നമസ്കാരം, JB ജംഗ്ഷനിലേക്ക് സ്വാഗതം. കഴിഞ്ഞ ആഴ്ച നമ്മുടെ അതിഥി സുരാജ് വെഞ്ഞാറമൂടായിരുന്നു. അദ്ദേഹത്തിൻ്റെ ചിരിയുടെ വഴിത്താരയിലൂടെ നമ്മൾ സഞ്ചരിച്ചു. ഇന്ന് അദ്ദേഹത്തിൻ്റെ മനസ്സിലെ വിക്ഷോഭങ്ങളിലൂടെ നമ്മൾ സഞ്ചരിക്കാൻ പോകുന്നു. ഈ ഓർമ്മകളെല്ലാം ഒരുപക്ഷെ അമ്മയുടെ വാക്കുകൾ പ്രതിഫലിക്കുന്നു. തീർച്ചയായിട്ടും അമ്മ ഒരുപാട് സ്നേഹം തന്നിരുന്നു. ഒരുപാട് അമ്മയുടെ അവസാനത്തെ ഒരു വാചകമുണ്ട്, കുട്ടപ്പ മറക്കരുതേ എന്ന്. ഞാൻ മരിക്കുന്നത് വരെ എൻ്റെ അമ്മ ജീവിച്ചിരിക്കണമെന്ന്. ഈ സ്നേഹമൊക്കെ തിരിച്ചു കൊടുക്കുന്നുണ്ടോ സുരാജ്? തീർച്ചയായിട്ടും. എന്തുവാണ് ഇവിടെ വെട്ടോപളിച്ചൊന്നുമില്ലേ? ഇതാണോ ക്രിക്കറ്റ് കളി? ഒരുത്ത ബാളെടുത്തെറിയുന്നു, മറ്റവൻ അടിച്ച് കളയുന്നു. മിമിക്രിയിലേക്ക് വരണം, അതിൻ്റെ പ്രചോദനം എന്ന് പറയുന്നത് എൻ്റെ ചേട്ടൻ തന്നെയാണ്. എന്നെക്കാൾ നല്ല മിമിക്രി ആർട്ടിസ്റ്റ് ആയിരുന്നു സുരാജ്. ഒരു നിത്യ ഇനമായി മാറി, ഒരു മസാല കൂട്ടാണ്. അതുകൊണ്ടാണ് ഈ മുകേഷ് ഇങ്ങനെ പറഞ്ഞത്. മുകേഷ് തിരുവനന്തപുരം ഭാഷയിലാണ് പറഞ്ഞത്, അല്ല കൊല്ലം ഭാഷ. എന്തുവാടേ എടേ അറിഞ്ഞ നീ ഇല്ലാത്ത ഒരു പടം കൂടെ ഹിറ്റായി. ഇപ്പൊ സാറ് ചോദിക്കുന്നുണ്ട്, ഞാൻ സാറിൻ്റെ കണ്ട കാശ് വാങ്ങിയെന്ന പോലെ. സാർ ഇങ്ങനെയൊക്കെ ഇരുന്ന് നോക്കുമ്പോ എനിക്ക് തന്നെ പേടിയാ. അങ്ങനെയൊന്നും വാങ്ങിച്ചിട്ടില്ലല്ലോ. പേടിച്ചിട്ടുണ്ടോ? ഈ കൈ വെച്ചിട്ടില്ല ഒരുപാട് ഗുരുത്തക്കേട് ചെയ്തിട്ടുള്ളത്. അതെ, ഈ കൈ കൊണ്ട് ഇതുവരെ ആയെങ്കിൽ ഇനിയും ദൈവം മുമ്പോട്ട് കൊണ്ടുപോകും എന്നുള്ളൊരു പ്രതീക്ഷ. സുരാജിന്റെ കൂടെ അഭിനയിക്കാൻ മുൻനിര നായികമാരൊന്നും തയ്യാറല്ല. അതെ, തീർച്ചയായിട്ടും ഒരുപാട് ഓടി നടന്നു. ഒരു അരഡസൻ പ്രണയം സീരിയസ് ആയിട്ടുണ്ടായിരുന്നത് അന്ന് കേരളയിലുള്ള പല സഹപ്രവർത്തകരും പറയാം. ഇല്ല, അതൊക്കെ പച്ചക്കള്ളം. അവർക്ക് എന്നോടുള്ള സ്നേഹം കൊണ്ട് ചിലപ്പോൾ പറയും. അരഡസനല്ല, ഒരു ഡസനായിരുന്നല്ലേ? അല്ലല്ല. സുരാജ് ഈ ടൈപ്പ് ചെയ്യപ്പെടാതെ ഗൗരവമുള്ള റോഡുകളിലേക്ക് മാറേണ്ട സമയമായി കഴിഞ്ഞിരിക്കുന്നു. ഒരുപക്ഷെ സുരാജിൽ നിന്ന് കനപ്പെട്ട ഒരുപാട് വേഷങ്ങൾ മലയാള പ്രേക്ഷകർ പ്രതീക്ഷിക്കുന്നു. തീർച്ചയായിട്ടും ആഗ്രഹമുണ്ട് സാർ. ഞാനിങ്ങനെ വലിയ പരിചയമില്ലാത്ത ഒരാൾ ഇങ്ങനെ 3-4 വാക്കുകൾ ഇങ്ങനെ ഒരു കഥാപാത്രത്തെ ചെയ്യാൻ താല്പര്യമുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ സുരാജ് സമ്മതിക്കുകയും പിന്നീട് സുരാജ് സെറ്റിലെത്തിയപ്പം മുതൽ വളരെ നല്ല രീതിയിൽ കോപ്പറേറ്റ് ചെയ്യുകയും വളരെ ഈ കഥാപാത്രത്തിന് വേണ്ടി കുറച്ച് സ്ട്രെയിൻ എടുക്കുകയും മേക്കപ്പ് ചേഞ്ചിനും ഒക്കെ വേണ്ടി ഒത്തിരി സമയം ചിലവഴിക്കുകയൊക്കെ ചെയ്ത് വളരെ ആത്മാർത്ഥമായിട്ട് ഈ കഥാപാത്രത്തെ അവതരിപ്പിച്ചു. ഞാൻ ചോദിക്കുന്നത്, എൻ്റെ ഒരു ആകാംക്ഷ എന്ന് പറഞ്ഞാൽ ഈ 3-4 വാക്കുകളിലൂടെ പറഞ്ഞൊരു കാര്യം സുരാജിനെ ഭയങ്കരമായിട്ട് ഗ്രാസ്പ് ചെയ്യാൻ പറ്റുകയും ഇതൊരു ഔട്ട്സ്റ്റാൻഡിംഗ് ആയിട്ടുള്ള ക്യാരക്ടറാണെന്ന് തോന്നലുണ്ടായോ? അതല്ല പിന്നെ എല്ലാ സിനിമകൾക്കും സുരാജ് ഈ ഡെഡിക്കേഷൻ കാണിക്കാറുണ്ടോ എന്നുള്ള ഒരു സംശയമാണ് എനിക്ക് ചോദിക്കുന്നത്. എനിക്ക് പുള്ളി 2 വാക്കിൽ തന്നെ കഥ പറഞ്ഞപ്പോൾ ഇത്രയും പുള്ളിക്ക് നല്ല എക്സ്പീരിയൻസ് ആയിട്ടുള്ള ആളാണ്. പിന്നെ പുള്ളിയുടെ വാസ്തവം, പിന്നെ നമ്മുടെ സലീമേട്ടൻ തന്നെ കൊമേഡിയനായിട്ട് വന്നിട്ട് അച്ഛനുറങ്ങാത്ത വീട് എന്ന് പറയുന്ന ഒറ്റ ചിത്രമാണ് അദ്ദേഹത്തിന് ഇപ്പോൾ സംസ്ഥാന അവാർഡ്, നാഷണൽ അവാർഡ് വരെ കിട്ടാൻ കാരണം. അങ്ങനെ ഒരു നടനെ വച്ചിട്ട് ഇത്രയൊക്കെ ചെയ്യുന്ന ആൾ എന്തായാലും മണ്ടത്തരം പറയില്ല. ആൾ ഇത് പറഞ്ഞപ്പോൾ എനിക്കും ഒരുപാട് ആഗ്രഹമാണ്, ഒരു വെറൈറ്റി നല്ലൊരു ക്യാരക്ടർ ചെയ്യണമെന്ന് അതിയായ ആഗ്രഹം. പക്ഷേ എനിക്ക് കിട്ടിയിട്ടില്ല. അങ്ങനെ ഇരുന്നിരുന്ന് പുള്ളി ഇങ്ങനെ കഥ പറഞ്ഞു. അല്ലാതെ പിന്നെ സാറിനുള്ള വിശ്വാസം കൊണ്ട് തന്നെയാണ്. കാരണം വാസ്തവം പോലുള്ള ചിത്രങ്ങളിൽ കണ്ടു കഴിഞ്ഞാൽ നമുക്കറിയാം. അപ്പോൾ അതുപോലെ തന്നെ ഇതിൻ്റെ ത്രെഡ് പറഞ്ഞപ്പോൾ തന്നെ എനിക്ക് മനസ്സിലായി, എനിക്ക് ഭയങ്കര ഇഷ്ടം തോന്നി. ആരും സാർ നമ്മളെ ബൂസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അങ്ങനെ ആരും ചെയ്യാറില്ല. ആ കഥയിൽ എന്നെയാണ് ആവശ്യം എന്ന് തോന്നി എന്നെ വിളിച്ചു. എനിക്ക് വളരെ സന്തോഷമായിട്ട് ചെന്നു. പിന്നെ അതിൻ്റെ അപ്പിയറൻസ് ചേഞ്ച് വരെ ആദ്യം ഷൂട്ട് ചെയ്ത് മാറ്റിയിട്ട് ഞാൻ പറഞ്ഞു, സാർ ഞാൻ മുട്ടയടിക്കട്ടെ എന്ന് പറഞ്ഞു. ഇപ്പോൾ സാറ് പറഞ്ഞതാ, ഞാൻ മീശയെടുത്ത് ഫുൾ ഇതായിട്ട്, കാര്യം നമ്മൾ തന്നെ നിന്നാലേ നമ്മുടെ എന്ന് വെച്ചാൽ എന്തോ പറയുക, അതിന് നമ്മളെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാൻ നമ്മൾ തന്നെ നോക്കണം. അപ്പോൾ ഞാൻ തന്നെ സാറിൻ്റെ പറഞ്ഞു, സാർ ഇതൊന്ന് എടുത്തോട്ടെ എന്ന് പറഞ്ഞാൽ ഓക്കെ. അപ്പോൾ പുള്ളി ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുക. ശരി സുരാജ്, ഓക്കെ എന്നാൽ അത് മാറ്റിക്കോ എന്നാൽ പുതിയൊരു അപ്പിയറൻസ് കൊണ്ടുവന്നു. അത് കിട്ടിയത് വലിയൊരു ഭാഗ്യമാണ്. എൻ്റെ ജീവിതത്തിൽ എനിക്ക് കിട്ടിയ ഏറ്റവും നല്ല, ഞാൻ എന്തെങ്കിലും അഭിനയിച്ചു എന്ന് തോന്നുന്ന ഒരു സിനിമ. ഇത്രയും നാൾ അഭിനയിച്ചിട്ടില്ല എന്നല്ല, വളരെ നല്ല വേഷങ്ങൾ ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇതിൽ ചാക്കോച്ചൻ്റെ അച്ഛനായിട്ടും പുള്ളിയുടെ ജ്യേഷ്ഠനായിട്ടും ഡബിൾ റോളാണ്. അപ്പോൾ അതിന് പുള്ളി എനിക്ക് ഓരോ സീനാകുമ്പോൾ പറഞ്ഞു തരും, ഇങ്ങനെയാണ് ഈ ക്യാരക്ടർ മൊത്തത്തിൽ ഇതാണ്. ഇനി കഥ ഫുള്ള് പറഞ്ഞു തന്നു.
ഇതിങ്ങനെ മാറും, കാലഘട്ടത്തിനനുസരിച്ചിട്ട് മാറും, പഴയ കാലഘട്ടമാണ്. അപ്പോൾ അതിൻ്റെ ബോഡി ലാംഗ്വേജ് അതെല്ലാം ഞാൻ തന്നെ ചെയ്ത് കാണിച്ചു. സാർ ഈ ബോഡി ലാംഗ്വേജ് മതി, കറക്റ്റാണ് സുരാജ് എന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെ ഒരു സുരാജിന് വൈവിധ്യമുള്ള റോളുകൾ എടുക്കേണ്ട സമയമായിരിക്കുന്നു. പക്ഷേ സുരാജിന് ഇപ്പം തിരിച്ചറിവുണ്ടായി, ഇനി നമ്മളിങ്ങനെ സെലക്റ്റീവ് അല്ലാതെ പോകരുത്, കുറച്ചും കൂടി സെലക്ട് ചെയ്തിട്ട് പോകണം. തീർച്ചയായിട്ടും ഇപ്പോൾ എനിക്ക് ഒരുപാട് ആഗ്രഹമുണ്ട് സാർ, നല്ല വേഷങ്ങൾ, ഒരു സ്റ്റൈലിഷ് ആയിട്ടുള്ള. സുരാജ് വേറൊരു വേഷത്തിൽ കാണണമെന്ന് സുരാജിനെ ആഗ്രഹിക്കുന്നൊരു സുഹൃത്തുണ്ട്, പഴയ സുഹൃത്ത് തന്നെയാണ്. ഈ കോമഡി ട്രാക്ക് പിടിച്ചു പോകുന്ന ആൾക്കാരിലും കാണാറുള്ളൊരു കാര്യം, അവരവരുടെ ഒരു നിലപാട് തറയിൽ നിന്ന് മാറി സഞ്ചരിക്കാൻ ഇഷ്ടപ്പെടാത്ത ആൾക്കാരാണ്. അത് ചെയ്താൽ ഏക്കോ വർക്കൗട്ടാവോ, അല്ലെങ്കിൽ ഇന്ന് ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളിൽ നിന്ന് മാറിപ്പോയാൽ ഭദ്രമായിരിക്കുന്ന ഇന്നത്തെ നില മാറുമെന്നൊക്കെയുള്ള ഭയമുള്ളവരെയാണ് ഞാൻ കണ്ടിട്ടുള്ളത്. സുരാജ് അവിടെ വ്യത്യസ്തനാവുന്നു. സുരാജിന് ഇത് മൊത്തമായി മാറി വേറൊരു ഭൂമികയിൽ നിന്നുകൊണ്ട് സിനിമ ചെയ്യണം, ഒരു ലാവണത്തിൽ നിന്നുകൊണ്ട് സിനിമ ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്. ഇപ്പോൾ അവൻ എന്നോട് പറഞ്ഞു എനിക്കൊരു വില്ലൻ ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്. ഇതിനൊരു ട്രാൻസിഷൻ പോയിന്റ് എവിടെയായിരുന്നു? ട്രാൻസിഷൻ പോയിന്റ് ആവശ്യത്തിനൊക്കെ ഉള്ള പൈസയൊക്കെ ഉണ്ടാക്കി സൗകര്യങ്ങളൊക്കെ ആയി, ഇനിയിപ്പം വലിയ കുഴപ്പമൊന്നുമില്ല. അല്ല സാർ, അത് അല്ല, ഒരു ശരിയല്ലേ, ഒരു പരിധി വരെ അത് ശരിയാണ്. സാമ്പത്തിക ഭദ്രത നേടി. അല്ല, സാമ്പത്തിക ഭദ്രത പൂർണ്ണമായിട്ട് നേടിയെന്ന് പറയാൻ പറ്റില്ല. പക്ഷേ എന്നാലും ഞാൻ ഇതുകൊണ്ട് സന്തോഷവാനാണ്. ഇപ്പം പറഞ്ഞ പ്രൊഡ്യൂസർമാർക്കുള്ളൊരു മുന്നറിയിപ്പാണോ? ഏതാ? സാമ്പത്തിക ഭദ്രത വേണ്ട രീതിയിൽ നേടിയിട്ടില്ല, അതുകൊണ്ട് ചെക്കൊന്നും മടങ്ങിയേക്കരുത്, കൃത്യമായിട്ട്. അല്ല സാർ, സാമ്പത്തികം എനിക്ക് ഉള്ളത് കൊണ്ട് ഓണം പോലെ ജീവിക്കുന്ന ഒരാളാണ് ഞാൻ. എനിക്ക് പിന്നെ സിനിമയിൽ ഒന്ന് ഇന്ന തന്നെ വണ്ടിയോട് ക്രൈസോ ഇല്ലെങ്കിൽ ഇതിനോട് അങ്ങനെ ഒരു ക്രൈസും ഇല്ലാത്ത ഒരാളാണ് ഞാൻ. ചിലപ്പോൾ ഒരു ഷട്ടിൽ തന്നെ 2 ദിവസം പോകേണ്ടി വരുന്ന 2 ദിവസം പോകും. അങ്ങനെയുള്ളൊരു സാധാരണ ഒരു രീതിയിൽ ചിന്തിക്കുന്ന, പഴയ സുഹൃത്തുക്കളെയൊന്നും മറന്നിട്ടില്ല, ആരെയും മറന്നിട്ടില്ല. ഇപ്പോൾ അനൂപ് എൻ്റെ സുഹൃത്ത് പറഞ്ഞതുപോലെ തന്നെ അങ്ങനെ മാറി ചിന്തിക്കേണ്ടത്. നമുക്ക് സ്ഥിരമായിട്ട് നമ്മൾ ചെയ്തത് തന്നെ വീണ്ടും വീണ്ടും കിട്ടിക്കൊണ്ടിരിക്കുമ്പോൾ നമുക്കൊന്ന് മാറണം എന്ന് ഒരുപാട് ആഗ്രഹിച്ചായിട്ടാണ് ഞാൻ ഓരോ സംവിധായകരെയും ഓരോ റൈറ്റേഴ്സിനെയൊക്കെ വിളിച്ചിട്ട്, സാർ എനിക്ക് നല്ല വേഷം, കാര്യം ഹ്യൂമറ് ഇനി എന്നെക്കൊണ്ട് ഹ്യൂമറും ആയിക്കോട്ടെ, അതിൽ നിന്നുകൊണ്ട് എന്ത് വ്യത്യസ്തമായിട്ടുള്ള സാധനം ചെയ്യാം, എന്നെക്കൊണ്ട് കഴിയും എന്നെനിക്കൊരു ആത്മവിശ്വാസമുണ്ട്. അതുകൊണ്ട് എൻ്റെ സുഹൃത്തിനോട് ഞാൻ പറഞ്ഞു, എനിക്കൊരു വില്ലൻ, ഒരു നെഗറ്റീവ് ഷെയ്ഡുള്ള ഒരു ക്യാരക്ടർ ചെയ്ത ഭയങ്കര ആഗ്രഹമാണ്, അതിന് സാധിക്കുമെന്ന് ചോദിച്ചു. അപ്പോൾ അനൂപ് തന്നെ എന്നെ വിളിച്ച് തീർച്ചയായിട്ടും അടുത്ത പടത്തിൽ സുരാജിന് വളരെ നല്ലൊരു വേഷം തരാമെന്ന് എന്നോട് വിളിച്ച് പറഞ്ഞു. അതിന് ഒരുപാട് സന്തോഷം. അതിന് അനൂപിനോട് നന്ദിയുണ്ട്. തീർച്ചയായിട്ടും. സുരാജെങ്കിലും പക്ഷേ ഈ സ്റ്റേജുകളിലുള്ള സുരാജിൻ്റെ ഈ തിളക്കം, അതിൻ്റെ മാറ്റിന് ഒരു കുറവും വന്നിട്ടില്ല. ഇല്ല, സുരാജിന് ഇപ്പോഴും ആൾക്കാർ സിനിമയിൽ കാണുന്ന പോലെ സ്റ്റേജിലും കാണാൻ ആഗ്രഹിക്കുന്നുണ്ട്. തീർച്ചയായിട്ടും. സുരാജിൻ്റെ ആ ഷോ, ആ പെർഫോമൻസിൻ്റെ എന്താ പറയുക, അതിൻ്റെ ഒരു വല്ലാത്തൊരു പുലിപ്പ്. പ്രിയമുള്ളവരെ, അപ്പോൾ വാശിയേറിയ ഹലോ എന്താണ് നമ്മുടെ പഞ്ചായത്ത് പ്രസിഡന്റ് ഋതിക് റോഷൻ ഇവിടെ അണിഞ്ഞൊരുങ്ങിപ്പോട്ട് ഞാൻ ഇപ്പൊ എന്തോ വേണം? പ്രിയമുള്ളവരെ, ഋതിക് റോഷനെ ഞാനും ഇതുവരെ നേരിട്ട് കണ്ടിട്ടില്ല. ഋതിക് റോഷനെ നമുക്ക് നേരിട്ട് കാണാൻ പറ്റിയ ഒരു സുവർണ അവസരം കൂടിയാണ്. പഞ്ചായത്ത് പ്രസിഡന്റ് മകൻ ഋതിക് റോഷനെ ഞാൻ ഹർഷാരവത്തോടെ ഈ വേദിയിലേക്ക് സഹർഷം സ്വാഗതം ചെയ്യാണ്. വരട്ടെ ഇങ്ങോട്ട് കയറി വന്നിട്ട് ഇന്നിവിടെ പൊളക്കണമെന്ന്. നമുക്കെല്ലാവർക്കും അറിയാം, ഋതിക് റോഷനെ സിനിമകളിൽ മാത്രം ഞാൻ കണ്ടു പരിചയപ്പെട്ടിട്ടുള്ളൂ. പക്ഷെ നേരിട്ട് ആദ്യമായിട്ട് വിളിക്ക്. ഇതാണടാ ഋതിക് റോഷൻ. സുരാജിൻ്റെ ആ പെർഫോമൻസ് കാണുമ്പോൾ മുൻനിരയിലിരിക്കുന്ന ആൾക്കാർ വാവിളിച്ചിരിക്കുകയാണ്. സുരാജിൻ്റെ ഇങ്ങനെയുള്ള പെർഫോമൻസ് കാണാൻ വേണ്ടിയിട്ട് വലിയൊരു ഓഡിയൻസ് ഉണ്ട്, പ്രത്യേകിച്ച് കേരളത്തിന് വെളിയിൽ, ഈ ഗൾഫിലും അമേരിക്കയിലും മറ്റു സ്ഥലങ്ങളിലൊക്കെ സുരാജിന് നല്ല മാർക്കറ്റായി ഇപ്പോഴും. കേരളത്തിലും ഞാനിപ്പോൾ പ്രോഗ്രാം ചെയ്യുന്നുണ്ട്. എനിക്ക് കാര്യം സ്റ്റേജിൽ നിന്നാണ് സാർ വന്നത്. എനിക്ക് സ്റ്റേജിൽ ചെയ്യുമ്പോൾ കിട്ടുന്ന ഒരു സുഖം അത് നമ്മൾ സ്ക്രീനിൽ ചെയ്താൽ കിട്ടില്ല. സ്റ്റേജിൽ പിന്നെ അപ്ഡേറ്റ് ചെയ്യാൻ പറ്റും നമുക്ക് അപ്പോൾ ഉള്ള കാര്യങ്ങൾ, ഏതെല്ലാം ഹ്യൂമറുകൾ ജനം എടുക്കുന്നുണ്ട്, ഇപ്പോൾ ഏതാണ് ട്രെൻഡ്, ഇതെല്ലാം മനസ്സിലാക്കാൻ സ്റ്റേജ് എന്ന് പറയുന്നത് വലിയൊരു ഘടകം. ആ ഊർജം ആവാഹിച്ചുകൊണ്ടാണ് സിനിമയിൽ പിന്നെ സുരാജ് പെർഫോം ചെയ്യുന്നത്. തീർച്ചയായിട്ടും. ഒരുപക്ഷെ ജനങ്ങളുടെ പൾസ് മനസ്സിലാക്കിയിട്ട് വേണം അവിടെ നമ്പർ അടിക്കാൻ. അതെ, അവിടെ അതിന് വലിയ ആരാധകന്മാരുണ്ട്. ഒരു ആരാധന ഞാൻ കാണിക്കട്ടെ. പ്രിയമുള്ള സുരാജ് വെഞ്ഞാറമ്മൂടെ, താങ്കൾ എന്നെ അനുകരിച്ച് അഭിനയിക്കുന്നത് ചിലതെല്ലാം ഞാൻ കാണുന്നുണ്ട്. ഒരുപാട് പ്രേക്ഷകർ കണ്ട ശേഷം താങ്കളുടെ അഭിനയ പാടവത്തെ
പ്രകീർത്തിച്ച് എന്നോട് പറയാറും ഉണ്ട്. ഏതായാലും ഈ രംഗത്തുള്ള താങ്കളുടെ ആ വലിയ കലാവിരുദിനെ എത്ര കണ്ട് അഭിനന്ദിച്ചാലും അത് ഏറെയാകില്ല. ഒന്ന് കണ്ടാൽ കൊള്ളാമെന്ന് എനിക്കുണ്ട്. ഈ അവസരത്തിൽ ഒന്നുകൂടെ അഭിനയിച്ച് അല്ലെങ്കിൽ അവതരിപ്പിച്ച് എന്നെ ഒന്ന് കാണിച്ചാൽ ഞാനും കാണാൻ തയ്യാറായി ഇവിടെ ഇരിക്കുകയാണ്. എനിക്ക് ഒരുപാട് വ്യക്തിപരമായിട്ട് ഒരുപാട് ഇഷ്ടമുള്ള ഒരാളാണ്. അപ്പോൾ ഒരു മസ്കറ്റിൽ ഒരു സ്റ്റേജിൽ വെച്ചിട്ട് പുള്ളിയുടെ പ്രസംഗം ലൈവായിട്ട് ആദ്യമായിട്ടാണ് ഞാൻ കാണുന്നത്. അപ്പോൾ അത് കണ്ടതിന് ശേഷം എനിക്ക് അന്ന് വൈകുന്നേരം കൂടിയ ആ യോഗത്തിൽ ഞാൻ പുള്ളിയെ ഇമിറ്റേറ്റ് ചെയ്തു. അപ്പോൾ അദ്ദേഹം കൂടെ പറഞ്ഞ സ്ഥിതിക്ക് ഞാനൊന്ന് ഇമിറ്റേറ്റ് ചെയ്യാം. ഞാൻ കുറച്ച് പൊടുപ്പും തൊങ്ങലൊക്കെ കയറ്റിയിട്ടാണ് അത് പ്രേക്ഷകർക്ക് ഇംപ്രവൈസേഷൻ അത് വേണം. അതായത് SNDP ശാഖായോഗം ശ്രീധർമ്മപരിപാലന ഇപ്പോൾ ഗുരുദേവം പറഞ്ഞിട്ടുണ്ട്, ഒരു ജാതി, ഒരു മതം, ഒരു ദൈവം മനുഷ്യനെന്ന്. അപ്പോൾ ഏതാണ് ആ ജാതി എന്നുള്ള കാര്യം തെളിയിക്കാൻ വേണ്ടിയിട്ട് ഞാനും ചങ്ങനാശ്ശേരി സുകുമാരൻ തിയേറ്ററുമായിട്ട് ഒരു യോഗം കൂടുന്നുണ്ട്. അതിന് ശേഷം നമ്മൾ പ്രഖ്യാപിക്കും അത് അങ്ങനെ ഒരുപാട് സ്ഥലത്തു നിന്ന് എനിക്ക് കയ്യടി കിട്ടിയ അത് ഈ അടുത്ത സമയത്താണ് ഞാൻ ഇമിറ്റേറ്റ് ചെയ്ത് തുടങ്ങിയത്. ശ്രീ വെള്ളാപ്പള്ളി സുരാജ് താങ്കളുടെ ആഗ്രഹം നിറവേറ്റിയിരിക്കുകയാണ്. ഇനിയും താങ്കളെ വിടാനുള്ളൊരു ഒരുക്കമല്ല. താങ്ക് യു സാർ. വീണ്ടും ഒന്നുകൂടി ഇമിറ്റേറ്റ് ചെയ്ത് കാണണം എന്ന് പറഞ്ഞ നല്ല മനസ്സിനെ ഞാൻ അഭിനന്ദിക്കുന്നു. ഇങ്ങനെ ഇമിറ്റേറ്റ് ചെയ്ത ആൾക്കാർ സുരാജിനോട് ദേഷ്യപ്പെട്ടിട്ടുണ്ടോ ആരെങ്കിലും? ഇല്ല, എന്നോട് അങ്ങനെ ഇതുവരെ ആരും. സുരാജിനെ അനുകരിക്കണമെന്ന് തോന്നുന്ന ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരാളാരാണ്? അങ്ങനെയൊക്കെ ഉണ്ടാവില്ലേ? അതായത് ഇന്ന ആളായിട്ട് അനുകരിക്കുമ്പോഴാണ് സുരാജിന് ഏറ്റവും കംഫർട്ട് കിട്ടുന്നത്. ഞാൻ മിക്ക ആൾക്കാരെയും ഇമിറ്റേറ്റ് ചെയ്യും. എനിക്ക് ലാലേട്ടനെ ആദ്യം ഞാൻ ഇമിറ്റേറ്റ് ചെയ്യില്ലായിരുന്നു. അപ്പോൾ എനിക്ക് ഏറ്റവും വലിയ ആഗ്രഹം ലാലേട്ടനെ കൂടെ ഒന്ന് ഇമിറ്റേറ്റ് ചെയ്യണം എന്ന് പറഞ്ഞിട്ട് അമേരിക്കയിൽ ഷോയ്ക്ക് എന്നാണ് ആദ്യമായിട്ട് ഞാൻ ലാലേട്ടനെ ഇമിറ്റേറ്റ് ചെയ്യുന്നത്. അതുവരെ എന്തായിരുന്നു നമ്പർ? എന്തായിരുന്നു അത്? 6-ാം തമ്പുരാനിലെ കാസറ്റിൽ വന്ന ഒരു. അപ്പോൾ ഈ കാസറ്റ് എപ്പോഴും ഞാൻ ഇങ്ങനെ കേൾക്കുന്നുണ്ട്. അന്ന് കാസറ്റായിരുന്നു, പിന്നെ CD. ഇത് കേൾക്കുന്നുണ്ട്, ആ ശബ്ദം പെട്ടെന്ന് തന്നെ എനിക്ക് പഠിക്കാൻ സാധിച്ചു. അതിതായിരുന്നു. കൂടും കൂട്ടുമില്ലാത്ത പ്രവാസിയുടെ ജീവിതം. വെള്ളാരം കല്ലുകൾ ഉരുകുന്ന ഒരു വേനൽ പകലിൽ കാളിയാർ ഗർജിച്ചു. മിയാറ്റാൻസിൻ്റെ കാളിയാർ, ഖരാനകളുടെ കാളിയാർ. ഗതകാല സ്മൃതികളിൽ ശവകുടീരങ്ങളുടെ മൗനം പേറുന്ന കൊട്ടാരങ്ങളിൽ ധ്രുപതിൻ്റെ വിറയാർന്ന വേദന കേൾക്കാൻ ചെവി ഓർത്താൽ ഹിന്ദുസ്ഥാനി സംഗീതം പഠിക്കണമെന്ന് മോഹമായിട്ട് നേരെ ചെന്ന് കയറിയത് ഒരു സിംഹത്തിൻ്റെ മടയിൽ. ഉസ്താദ് ബാദുഷാ ഖാൻ ആവശ്യം അറിയിച്ചപ്പോൾ ദക്ഷിണ വയ്ക്കാൻ പറഞ്ഞു. ഊരുത്തിൻ്റെ ഓട്ടക്കേശിൽ എന്തുണ്ട്? സപനോങ്കി സുന്ദഹി ജോ കഭി നഹി ഖതം ഹോ ജാതി ഹേ. ബിന്ദു പണിക്കരായിരുന്നു സുരാജിൻ്റെ മറ്റൊരു നമ്പർ. ബിന്ദു പണിക്കർ എനിക്ക് ഏറ്റവും വലിയ ഭാഗ്യം കിട്ടിയതെന്ന് പറഞ്ഞാൽ ബിന്ദു ചേച്ചിയുടെ മുമ്പ് വച്ചിട്ട് തന്നെ, അതായത് നമ്മുടെ പുലികളും ആട്ടിൻകുട്ടി എന്ന സിനിമയിൽ ആ ക്യാരക്ടറിനോട് ഞാൻ തന്നെ ഇമിറ്റേറ്റ് ചെയ്ത് പറയുന്നുണ്ട്. ഗോപനോട് പോയി ഇങ്ങനെ പറയണം എന്നുള്ളത്. അങ്ങനെയൊക്കെ ഒരു ഭാഗ്യം എനിക്ക് കിട്ടുന്നുണ്ട്. പക്ഷെ അതെല്ലാം ഇപ്പോൾ ബിന്ദു ചേച്ചിക്ക് വളരെ പോസിറ്റീവായിട്ടാണ് എടുക്കുന്നത്. കാണുമ്പോൾ എടാ ഒന്ന് ഇമിറ്റേറ്റ് ചെയ്യടാ എന്നൊക്കെ പറയാറുണ്ട്. അപ്പോൾ എന്താ ഇമിറ്റേറ്റ് ചെയ്യുക? ഞാൻ സിനിമയിലെ ഡയലോഗ് ഇമിറ്റേറ്റ് ചെയ്യാറുണ്ട്. ഒരു 2 നമ്പർ കൊടുക്ക്. ഒരു നമ്പർ. എടാ അശോക, എനിക്ക് നിന്നോട് ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്. പണ്ട് ഞാൻ കോളേജിൽ പഠിക്കുമ്പോൾ എനിക്കായിരുന്നു ക്ലാസ്സിൽ ഫസ്റ്റ്. പക്ഷെ റിസൾട്ട് വന്നപ്പോൾ ഞാൻ തോറ്റു. അതെങ്ങനെ? അവറ്റകൾക്ക് എന്നോട് സ്നേഹമില്ലല്ലോ. അങ്ങനെ ഇമിറ്റേറ്റ് ചെയ്യാറുണ്ട്. സുരാജിൻ്റെ ഒരു സുഹൃത്തുണ്ട്, ബെന്നി പി നായരമ്പലം. അദ്ദേഹത്തിന് എന്തോ സുരാജിനോട് ചോദിക്കാനുണ്ട്. നമുക്ക് നോക്കാം. സുരാജ് എൻ്റെ ഒത്തിരി സിനിമകളിൽ അഭിനയിച്ചിട്ടുള്ള ആളാണ്. എൻ്റെ ആദ്യ സിനിമ, സുരാജ് അഭിനയിച്ച ആദ്യ സിനിമ ചോട്ടാ മുംബൈയാണ്. അതിനുശേഷം എൻ്റെ ഒത്തിരി സ്ക്രിപ്റ്റിൽ സുരാജ് അഭിനയിച്ചിട്ടുണ്ട്. വളരെ നല്ല വേഷങ്ങൾ തന്നെ സുരാജ് ചെയ്തിട്ടുണ്ട്. സുരാജുമായിട്ട് വളരെ അടുത്ത ബന്ധമുള്ള ഒരാളാണ് ഞാൻ. അപ്പോൾ എനിക്ക് സുരാജിനോട് ചോദിക്കാനുള്ളത് ഒരു ചെറിയ ചോദ്യമാണ്.
സുരാജ് സിനിമയുടെ വകുപ്പ് കൈകാര്യം ചെയ്യുന്ന ഒരു മന്ത്രിയായി മാറിക്കഴിഞ്ഞാൽ സിനിമയ്ക്ക് വേണ്ടി എന്തെല്ലാം പരിഷ്കാരങ്ങൾ സുരാജ് ചെയ്യുമെന്നൊന്ന് പറയാൻ കൊള്ളാം. എൻ്റെ നല്ലൊരു തിരക്കഥാകൃത്താണ്. അതിലുപരി എൻ്റെ എല്ലാ കാര്യങ്ങളും സംസാരിക്കുന്നത് നല്ലൊരു അടുത്ത സുഹൃത്തു കൂടിയാണ്, നല്ലൊരു മനുഷ്യന് കൂടിയാണ് ഇദ്ദേഹം. അപ്പോൾ ഇദ്ദേഹം ചോദിച്ച ചോദ്യം എൻ്റെ പൊന്ന് പെന്നിച്ചേട്ടാ, ഇതല്ലാതെ വേറെ ഒന്നും ചോദിക്കാൻ കിട്ടിയില്ലേ. ശരിക്കും ഇതിനെക്കുറിച്ച് പറയുകയാണെങ്കിൽ എൻ്റെ കർമ്മമണ്ഡലം എന്ന് പറയുന്ന ആക്ടിങ്ങാണ്. എനിക്ക് വേറെ മന്ത്രിയാകാനോ ഇല്ലെങ്കിൽ MLA ആകാനോ അങ്ങനെയൊന്നും താല്പര്യമില്ലാത്ത കക്ഷിയാണ്. പക്ഷേ ഇദ്ദേഹം ചോദിച്ചത് കൊണ്ട് അതിന് മറുപടി എന്ന വണ്ണം ഞാനൊരു സിനിമയുടെ മന്ത്രിയായി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ആദ്യം തന്നെ ടാക്സ് ഇല്ലാതാക്കും. കേരളത്തിലെ സിനിമകൾക്ക് ടാക്സ് ഇല്ല. ഇപ്പോൾ അന്യഭാഷാ ചിത്രങ്ങൾ ഇവിടെ കളിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും അതിന് നല്ല ടാക്സും കൊടുക്കും. ടാക്സ് അടച്ചിട്ട് ഇവിടെ പ്രദർശിപ്പിക്കാവൂ. പിന്നെ ഇപ്പോൾ പെട്രോൾ പമ്പൊക്കെ ഇല്ലേ, ഇപ്പോൾ തിയേറ്ററുകളെല്ലാം നല്ല പുതുക്കിപ്പെടുന്ന നല്ല സീറ്റിംഗ്, നല്ല സീറ്റ്, അങ്ങനെയുള്ള ഒരുപാട് ആൾക്കാരെ ആകർഷിക്കത്തക്ക രീതിയിലുള്ള അവർ സ്വസ്ഥമായിട്ടിരുന്ന് കാണാത്തക്ക വിധത്തിലുള്ള തിയേറ്ററുകൾ ഉണ്ടാക്കും. പിന്നെ കൂടുതലായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഇനി ചിലപ്പോൾ ഞാൻ ഈ പെട്രോൾ പമ്പിൽ വരെ തിയേറ്റർ കൊണ്ടുവരും. പെട്രോൾ പമ്പിൽ ഡീസൽ അടിക്കുന്ന സമയത്തിന് കയറി ഒരു തിയേറ്ററിൽ കയറി സിനിമ കാണുക. പെട്രോൾ പമ്പിൻ്റെ കൂടെ തിയേറ്റർ വേണം എന്ന് നമ്മൾ അറിയിക്കുകയാണ്. അതുപോലെ തന്നെ റേഷൻ കാർഡ് ഉള്ളവർക്ക്, ഇപ്പോൾ BPL കാർഡ് എന്നൊക്കെ പറയുന്ന പോലെ, അവർക്ക് റേഷൻ കട വഴി ടിക്കറ്റ് ഫ്രീ ആയിട്ട്, പുതിയ സിനിമ റിലീസാണ്, റേഷൻ കടയിൽ ചെന്നാൽ മതി, നമ്മൾ ടിക്കറ്റ് ഇതുപോലെ സപ്ലൈ ചെയ്യും. അങ്ങനെ അതുവഴി സിനിമയെ നമ്മൾ വലിയ ഒരു സംഭവമാക്കി മാറ്റും, ഇപ്പോൾ ഉള്ളതിനേക്കാൾ കൂടുതൽ. എൻ്റെ പൊന്നു വെന്നിച്ചേട്ടാ, ഒരു മന്ത്രിയായി കഴിഞ്ഞാൽ ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്യും. പക്ഷേ എനിക്കാകാൻ താല്പര്യമില്ല. ജീവിതം വളരെ സ്വച്ഛന്തമായിട്ട് ഒഴുകിക്കൊണ്ടിരിക്കുകയായിരുന്നു. പക്ഷെ അതിനിടയിൽ ചില്ലറ പൊല്ലാപ്പിലൊക്കെ സുരാജ് എന്ന് പെട്ടു, വിവാദങ്ങളിൽ. ഓർമ്മയുണ്ടോ വിവാദം? ഓർമ്മയുള്ള ഒരു വിവാദമാണ് പറവൂർ. അതെ, സ്ത്രീപീഡന കേസ്. സ്ത്രീപീഡനം ഒന്നും പറഞ്ഞിട്ട് സ്ത്രീകളെ പീഡിപ്പിക്കുന്ന ഒരു ഹോബിയാണോ സുരാജിന്? ഒരിക്കലുമില്ല. സ്ത്രീകളെ ഇങ്ങനെ ഫോൺ വിളിച്ച് പീഡിപ്പിക്കാറുണ്ട്, അല്ലാതെ ഒരു പീഡനത്തിന് ഇതുവരെ പോയിട്ടുമില്ല. പക്ഷെ നമ്മുടെ മണ്ടയിൽ ആരോപിക്കപ്പെട്ടു. അത് എന്തിനാണെന്നുള്ളത് എനിക്കും ഇതുവരെ മനസ്സിലായിട്ടില്ല. ചുമ്മാ അങ്ങനെ ആൾക്കാരങ്ങ് ആരോപിക്കും. അത് ഈ കാശിന് വേണ്ടിയിട്ടാണ് എന്നുള്ളതാണ്. ഞാനത് പറഞ്ഞിട്ടുണ്ട്, പിടിച്ചിട്ടുണ്ട്, പിടിക്കുകയും ചെയ്തു അവരെ. അത് അന്വേഷണ ഉദ്യോഗസ്ഥൻ്റെ നേതൃത്വത്തിൽ തന്നെ ഞാൻ പിടിപ്പിക്കുകയും ചെയ്തു. അന്ന് പോലീസ് അതന്നെ ഇവർ 4 പേരോ കറക്റ്റ്. ഈ 4 പേരെ നേരത്തെ അറിയായിരുന്നു? ഇല്ല, ഇവർ 4 പേരും കൂടി വന്നിട്ടാണ് ഇങ്ങോട്ടെത്തിക്കുന്ന കക്ഷിയിലെ അവരായിരുന്നു. സുരാജ് പക്ഷേ അന്ന് വരണ്ടെന്ന് പറഞ്ഞു. ആ അവസ്ഥ ഇപ്പോൾ പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് തന്നെ ഞാൻ മറക്കാനായിട്ട് ശ്രമിക്കുന്ന നിമിഷങ്ങളാണ്. കാരണം തെറ്റ് ചെയ്യാതെ നമ്മളെ തെറ്റുകാരനാണെന്ന് സമൂഹം ഒന്നടങ്കം നിൽക്കുമ്പോൾ ഉണ്ടാകുന്ന ആ മാനസിക അവസ്ഥ, അത് ശരിക്കും അനുഭവിച്ചവർക്ക് മാത്രമേ ഒരല്പമെങ്കിലും പിടികിട്ടൂ. അല്ലാത്തവർ പറയും അവനത് വേണം, അങ്ങനെ പലരും പറഞ്ഞിട്ടുണ്ട്, ഞാൻ കേട്ടിട്ടുണ്ട്. അവനത് വേണം, എന്തിനാണ് എനിക്കത് വേണം എന്ന് എന്നോടങ്ങനെ പറയാൻ കാരണം എനിക്കറിയില്ല. ഞാൻ ഇനി എല്ലാ സിനിമകളിലും അഭിനയിക്കുന്നതുകൊണ്ടാണ് അങ്ങനെ വെറുപ്പുള്ള ആൾക്കാർ. ഇപ്പോൾ എന്നെ ഇഷ്ടപ്പെടാത്ത ഒരുപാട് പേരുണ്ട്. എല്ലാവരെയും എന്നെ ഇഷ്ടപ്പെടണമെന്ന് പറയാൻ അടുത്ത സുഹൃത്തുക്കൾ പോലും പറവൂർ പീഡന കേസ് പ്രതി വരുന്നുണ്ട് എന്ന് പറഞ്ഞു കേട്ടോ. പിന്നെ പലരും എന്നെ വിളിക്കാതായി ഫോണിൽ പോലും. ശരി, എൻ്റെ അടുത്ത സുഹൃത്തുക്കൾ വേറെ നമ്പറിൽ നിന്നൊക്കെ വിളിച്ചു, സുരാജ് എവിടെയുണ്ട്? ഞാൻ പറഞ്ഞു ഞാനിവിടെ അഭിനയിച്ചുകൊണ്ടിരിക്കുന്നു. അല്ല, ഇന്ന് ചോദ്യം ചെയ്യാൻ കൊണ്ടുവന്നു. ആരെ ചോദ്യം? അല്ല, മറ്റേ പറവൂർ കേസുമായിട്ട്. ഞാൻ പറഞ്ഞു എനിക്കതുമായിട്ട് ഒരു ബന്ധവുമില്ല. എന്നിട്ട് ഞാൻ ഇവിടെ വന്ന് അതിൻ്റെ അന്വേഷണ ഉദ്യോഗസ്ഥനെ നേരിട്ട് കണ്ട് ചോദിച്ചു, സാർ ഈ വൈകുന്നേരം ഇറങ്ങുന്ന ചില പത്രങ്ങളിൽ, മെയിൻ പത്രങ്ങളിലൊന്നും വാർത്ത ഒന്നും വന്നിട്ടില്ല. അതിലിങ്ങനെ അവരുടെ പത്രം വിറ്റഴിയാനായിട്ട് എന്തെങ്കിലുമൊക്കെ കാട്ടിക്കൂട്ടുന്നതായിരുന്നാണ് എനിക്ക് തോന്നിയത്. അങ്ങനെ ഞാൻ സാറിനോട് ചോദിച്ചപ്പോൾ പുള്ളിക്കാരൻ പറഞ്ഞു, അതിന് സുരാജ് ഈ കേസിലില്ലല്ലോ,
സാർ പിന്നെ എന്തിനാണ് സാർ ഈ യുവ കോമഡി ഹാസ്യതാരം? അത് സുരാജ് വിളിച്ച് ചോദിക്കുക. അപ്പോൾ സുരാജ് ആയിരിക്കില്ല. അങ്ങനെ ഒരു സിനിമയും ബന്ധപ്പെട്ട് ഒരാളെയും പിടിക്കപ്പെട്ടിട്ടില്ല. കുട്ടിയെ ഇപ്പം തന്നെ 5 തവണ ചോദ്യം ചെയ്തു. അങ്ങനെ സുരാജ് ഉണ്ടായിരുന്നെങ്കിൽ സുരാജിനെ പിന്നെ സുരാജുമായിട്ട് നിന്ന് ഫോട്ടോ എടുത്തിട്ടുണ്ട്. ആ ഫോട്ടോ എനിക്ക് കാണിച്ചു തന്നു അന്വേഷണ ഉദ്യോഗസ്ഥർ. അപ്പോൾ ആ കുട്ടിയായിട്ട് ഞാൻ പറഞ്ഞു സാർ എനിക്ക് ഒരു ഓർമ്മയില്ല ഇത് എവിടെ വെച്ചിട്ടാണ് ഇത്. അപ്പോൾ നോക്കിയപ്പോൾ ഞാൻ ഇട്ടേക്കുന്ന കോസ്റ്റ്യൂം ഇത് ഏത് പടത്തിൽ? അപ്പോൾ പറവൂർ വെച്ചിട്ട് തന്നെ പ്രമാണി എന്ന് പറയുന്ന ബി ഉണ്ണികൃഷ്ണൻ സാറിൻ്റെ ചിത്രത്തിൽ അഭിനയിക്കാനായിട്ട് അപ്പുറത്ത് ആൾക്കാരെല്ലാവരും നിൽക്കുകയാണ്. അവിടെ നിന്ന് ആരെല്ലാം ഫോട്ടോ എടുക്കാൻ വരുന്നു. അവർ ഫോട്ടോ എടുക്കാൻ വരുമ്പോൾ എനിക്ക് ചോദിക്കാൻ പറ്റുമോ, ഇത് നിങ്ങൾ പീഡനക്കേസിലെങ്ങനെ ഉണ്ടോ അതോ വല്ല തല്ല് കേട്ടസിലെങ്ങനെ ഉള്ളതാണോ എന്ന് ഞാൻ ആരോടും ചോദിക്കാറില്ല. ഞാൻ ഫോട്ടോ എടുത്തില്ലെങ്കിൽ അവർ പറയാം അവന് ജാടയെന്ന്. അപ്പോൾ ആര് ഫോട്ടോ എടുക്കാൻ വന്നാലും ഞാൻ നിന്ന് കൊടുക്കും. ഹലോ. അപ്പോൾ ഇതൊരു കൊച്ചുകുട്ടിയായതുകൊണ്ട് ഞാൻ ഇങ്ങനെ നിന്ന് ഫോട്ടോ എടുത്തു. ഇതാണ് അവർക്കാകെ ഉള്ള ഇത് തെളിവ് എന്ന് പറയുന്നത്. അല്ല ഇത് ഞാൻ പറഞ്ഞു സാറേ ഇത് എടുത്തെന്നും പറഞ്ഞിട്ട് അല്ല സുരാജ് ഇതിലില്ല. പിന്നെ എന്തിനാ സുരാജ്? ഞാൻ പറഞ്ഞു സാർ ഈ പത്രങ്ങളിലെല്ലാം വന്ന് പല ആൾക്കാരും എന്നോട് വിളിച്ച് ചോദിക്കുന്നു സുരാജ് ചോദ്യം ചെയ്യൽ കഴിഞ്ഞു ഇങ്ങനെ. അത് സുരാജിൻ്റെ ഇനിയെങ്കിലും നല്ല സുഹൃത്തുക്കളെ ഏതാണെന്ന് തിരിച്ചറിയാനുള്ള ഒരവസരം കൂടിയാണ് എന്ന് പറഞ്ഞു. പിന്നെ അത് കഴിഞ്ഞിട്ട് വീണ്ടും ആൾക്കാരെന്നെ ഇങ്ങനെ മാനസികമായിട്ട്, കാര്യം നമ്മളൊരു കല്യാണത്തിന് പോയാലും അത് പറഞ്ഞു മാറി നിന്ന് സംസാരം. അമ്മയുടെ മീറ്റിങ്ങിന് പോയപ്പോൾ അവിടെ എല്ലാവരും നമ്മളെ കാണുമ്പോൾ ഭയങ്കര സന്തോഷമായിട്ട് എല്ലാവരും കൈയടിച്ച് വരുന്ന ഒരു പ്രവണതയായിരുന്നു. പക്ഷേ അന്ന് ഈ പല ആൾക്കാരും ട്രെയിനിലാണ് വരുന്നത്. ഈ ട്രെയിനിൽ ഈ സാധനം വിൽക്കും. അപ്പോൾ അതിൻ്റെ കോപ്പി സുരാജ് കൊള്ളാം. പല ആക്ട്രസും പല ആക്ടറും ഇങ്ങനെ വെച്ചിട്ട് സുരാജ് എന്തത് സംഭവം? ഞാൻ പറഞ്ഞു ചേട്ടാ എനിക്ക് അറിയില്ലെങ്കിൽ അത് ഇങ്ങനെ പോട്ടെ ഇതൊക്കെ വന്നിട്ട് വാർത്ത വരുമോ? 57-ാം പ്രതിയാണെന്നല്ലോ വന്നത്. 57-ാം പ്രതിയോ? അങ്ങനെ ഞാൻ വീണ്ടും സാറിനെ വിളിച്ചു. സാർ ഈ 57-ാം പ്രതി എന്നൊക്കെ പറഞ്ഞിട്ട് വാർത്ത ഇന്ന് വൈകുന്നേരവും വന്നു സാർ. സുരാജ് ആകെ 22 പേരെ പിടിച്ചിട്ടുള്ള 57-ാം പ്രതി എന്ന് അവർ നിശ്ചയിച്ചാൽ മതി. എൻ്റെ പൊന്നു സുരാജ് നീ എന്തിനാ ടെൻഷൻ അടിക്കണേ? നീ ഈ കേസിലില്ല. ഈ കുട്ടിയോട് ചോദിച്ചപ്പോൾ നിന്നെ അറിയേയില്ല. പിന്നെ നീ എന്തിനാ? ഞാൻ പറയും സാർ ഈ പത്രങ്ങളിൽ വരുന്നു, ഈ വൈകുന്നേരങ്ങളിൽ ഇറങ്ങുന്ന പത്രത്തിൽ വരും. ഞാൻ എൻ്റെ പൊന്നു സുരാജ് എനിക്ക് ഇന്ന് ആ പത്രം അടച്ചു കൂട്ടാൻ പറ്റുമോ? നീ വിളിച്ച് ചോദിക്ക്. അങ്ങനെ ഞാൻ ആ ഒരു പത്രാധിപനെ ഞാൻ വിളിക്കുകയാണ്. ഹലോ ചേട്ടാ ഞാൻ സുരാജാണ്, ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ് വാർത്തകൾ, ശരിക്കും നിങ്ങളിത് അന്വേഷിച്ചോ? വച്ചിട്ട് പടാ, പത്രധർമ്മം നീ എന്നെ പഠിപ്പിക്കണ്ട, വച്ചിട്ട് പടാ. ഞാൻ പറഞ്ഞ് ചേട്ടാ ഇത് യുവ കോമഡി ഹാസ്യതാരം നീയോ ഉള്ള, പിന്നെ വച്ചിട്ട് പടാ. അത്തരത്തിൽ അപ്പോഴുള്ള അവസ്ഥ എന്ന് പറഞ്ഞാൽ എനിക്ക് ഇതാരോട് പറയാൻ പറ്റും? ഞാൻ ഈ പത്രക്കെട്ടെല്ലാം കൂടെ കൊണ്ടുവന്ന് എൻ്റെ വൈഫിൻ്റെ കൊടുത്തു. വൈഫ് എടുത്ത് നോക്കിയിട്ട് ചേട്ടൻ വിഷമിക്കണ്ട, എന്തായാലും ചേട്ടൻ എന്നെയാണ് ബോധ്യപ്പെടുത്തേണ്ടത്, നാട്ടുകാരല്ല. എന്ത് ഇതുണ്ടെങ്കിലും ഞാൻ കൂടെയുണ്ട്. അത്ര എനിക്ക് ധൈര്യം തന്നത് എൻ്റെ വൈഫാണ്. ഇല്ല എങ്കിൽ ദൈവസത്യമായിട്ടും ഞാൻ ചിലപ്പോൾ ഭ്രാന്തനായിട്ടോ, കാര്യം നമ്മളൊരു തെറ്റ് ചെയ്യാതെ നമ്മളിങ്ങനെ ശിക്ഷിച്ചുകൊണ്ടിരിക്കുന്ന ആ അവസ്ഥയിൽ വരുമ്പോൾ മാത്രമേ അറിയാൻ പറ്റൂ. അല്ലാത്തവർക്ക് ഇത് ഞാൻ പറഞ്ഞാൽ അവർക്ക് എന്തോരം അവ അനുഭവിച്ചിട്ടുണ്ടെന്ന് മനസ്സിലാക്കണമെങ്കിൽ എന്തെങ്കിലും ഇതുള്ളൊരു അനുഭവം ഒരാൾക്ക് വരണം. അത്രയ്ക്ക് ഞാൻ വിഷമിച്ചൊരു വല്ലാത്ത അവസ്ഥ. എൻ്റെ ചേട്ടൻ വിളിച്ചിട്ട് പറഞ്ഞു, എടാ എന്താടാ ഇങ്ങനത്തെ പത്രത്തിൽ ഇത് വരുന്നു, പത്രം ഇറങ്ങാൻ പറ്റില്ല, ഞാൻ ആത്മഹത്യ. ഞാൻ പറയാം എൻ്റെ പൊന്നേട്ട എന്തിനാ ആത്മഹത്യ ചെയ്യണേ? ഞാനില്ല, എന്നെ വിശ്വസിക്കുക. അത് അനുഭവിച്ച എൻ്റെ പൊന്ന് സാറേ ഒരിക്കലും. അച്ഛനും അമ്മയും അറിഞ്ഞോ? എൻ്റെ അച്ഛൻ അറിഞ്ഞിട്ടില്ല എന്ന് തോന്നുന്നു. ഈ അടുത്ത സമയത്തും കണ്ട ഞാൻ ഒരു ഇൻ്റർവ്യൂവിൽ വന്നപ്പോഴാണ് അച്ഛൻ അവരെയൊന്നും അറിയിച്ചില്ല. അമ്മയൊക്കെ അറിഞ്ഞു. അമ്മ അവിടെ ചെല്ലുമ്പോൾ എനിക്ക് എന്തോന്ന് മക്കളെ, എൻ്റെ ചേച്ചി ടീച്ചറാണ്. അപ്പോൾ ചേച്ചി എന്നോട് ചോദിച്ചിട്ടുണ്ട്, എടാ ഇങ്ങനെ പത്രത്തിലൊക്കെ വന്നെന്ന് ആൾക്കാർ പറയാനടാ. ഞാൻ പറഞ്ഞു ചേച്ചി ഞാൻ ഇല്ല, എനിക്ക് അറിയില്ല, ഈ എന്താണെന്ന് പോലും അറിയില്ല. അങ്ങനെ അതൊരു ശരിക്കും പറഞ്ഞാൽ മോചിതനായോ? എന്തോ അതിൽ നിന്ന് മോചിതനായോ പൂർണ്ണമായും ആ ഷോക്കിൽ നിന്ന്? ഇപ്പോൾ പിന്നെ അത് ഇങ്ങനെ മാറും. നമ്മൾ കാലം കഴിയും തോറും അതിങ്ങനെ മറന്നു വരികയാണ്. പക്ഷേ അതിപ്പോഴും ആലോചിക്കുമ്പോൾ, കാര്യം ഞാൻ മാധ്യമ പ്രവർത്തകരോട് പറയുന്നത്, ദയവ് ചെയ്ത് ഒരു വ്യക്തിയെ ഇങ്ങനെ അത് സ്പഷ്ടമായിട്ട് തെളിവും ഇതും ഇല്ലാതെ മുഖ്യധാരാ മാധ്യമങ്ങളിലൊന്നും വന്നില്ലല്ലോ. ഇല്ല, വന്നില്ലല്ലോ. പക്ഷേ ഇവരെ മുഖ്യധാരയിൽ ഒന്നും വന്നിട്ടില്ല. പക്ഷേ ഇത് വൈകുന്നേരങ്ങളിൽ സുഹൃത്തുക്കളും ശത്രുക്കളും അറിയാൻ വേണ്ടിയിട്ട് ഈ ചെറിയ പ്രസിദ്ധീകരണത്തിൽ വന്നാലും
മതി, അതല്ലേ അവർ കാട്ടുതീ പോലെ പാടണം. ഞാൻ ആലോചിക്കണം, ഈ ദൈവമേ ഇതിനൊക്കെ ഇത്രയും സർക്കുലേഷൻ ഉണ്ടോ? ഞെട്ടിപ്പോയി ഞാൻ. കാര്യം എവിടെ ചെപ്പോൾ പിന്നെ അങ്ങോട്ട് അത് അത്തരത്തിലുള്ള ആൾക്കാരെ ഇത് കൂടുതൽ വായിക്കൂ. സിനിമയിലെ സഹപ്രവർത്തകരൊക്കെ എന്ത് പറഞ്ഞു സുരാജിനോട്? എന്നോടൊക്കെ വളരെ മമ്മൂക്ക അന്ന് വൈകുന്നേരം ഞാൻ മമ്മൂക്ക ഇതിന് എന്തെങ്കിലും ഒരു സൊല്യൂഷൻ എന്ത് ചെയ്യാനൊക്കെ. എടാ നീ ഇല്ലല്ലോ, പിന്നെ നീ എന്തിനാ പേടിക്കണം? ഞാൻ എന്നിട്ട് എൻ്റെ അത് മനസ്സിലാവും. ഞാൻ പറഞ്ഞ ഇല്ലാന്ന് ഇക്കായേക്കാൾ എനിക്ക് ബോധ്യവാനാണല്ലോ. ഞാൻ ഇല്ലയെന്ന് എനിക്കറിയാം. പക്ഷേ ഈ പത്രങ്ങളിൽ അത് നീ വിഷയമാക്കണ്ട. ഇപ്പോൾ ഒരുത്തനെ പിടിച്ച എന്തോ സിറാജ് എന്ന് പറയുന്ന ഒരുത്തൻ, അത് നീ ടെൻഷൻ അടിക്കണ്ട, അതൊക്കെ മാറിക്കോളും. പിന്നെയാണ് ഈ വിദ്വാന്മാർ താങ്കളെ ബ്ലാക്ക് മെയിൽ തുടങ്ങിയത് അല്ലേ? പിന്നെ അതിനുശേഷം എനിക്ക് കോൾ വരികയാണ്. ഹലോ സുരാജ്, ഞാൻ അഡ്വക്കേറ്റാണ്, ഞാൻ ഇവിടുത്തെ വക്കീലാണ്. പിന്നെ ഇങ്ങനെ ഒരു കേസ് അറിഞ്ഞു, പക്ഷേ കുട്ടി നിങ്ങളുടെ പേര് പറയാൻ ഒന്ന് ഹൈഡ് ചെയ്തൊക്കെ വച്ചേക്കുകയാണ്. ഒരു 50 ലക്ഷം രൂപ ഉണ്ടെങ്കിൽ ഞാൻ ഒരാളെ ഇതുപോലെ ഊരി കൊടുത്തു. 50 ലക്ഷം രൂപ ഉണ്ടെങ്കിൽ ഞാൻ 50 ലക്ഷമോ? അതുകൊണ്ടാണ് ഞാൻ ഒരു വീട് വെച്ചനെ. ഞാൻ അങ്ങനെ ഞെട്ടിയിരിക്കണം. ഞാൻ നേരെ വീണ്ടും ഉദ്യോഗസ്ഥനെ വിളിക്കുന്നു. എന്താ സുരാജ് സാർ, ഒരാൾ എന്നെ വിളിച്ചിട്ട് 50 ലക്ഷം രൂപ എന്നാൽ കേസിൽ നിന്ന് മാറ്റാമെന്ന് പറഞ്ഞു. അപ്പോൾ ഇതാണ് അയാളെ ട്രേസ് ചെയ്ത്, നീ ഒരു കാര്യം ചെയ്യും, ഉണ്ട് എന്നങ്ങ് സമ്മതിച്ചേക്കാൻ പറഞ്ഞു. അങ്ങനെ ആ ഉദ്യോഗസ്ഥൻ പറയുന്നത് കേട്ട് ഞാൻ ഇയാൾ വിളിക്കുമ്പോൾ ചേട്ടാ ശരി തന്നെ, എങ്ങനെയെങ്കിലും എനിക്ക് തോന്നുന്നു ശരിക്കും അഭിനയിച്ച അവിടെയാണ് ഞാൻ. കാര്യം ഒരാളെ ട്രാപ്പിലാക്കുമ്പോൾ ചാങ്കിൽ ഇടിയോ എനിക്ക് കിട്ടിയ ഒരു തുരുമ്പല്ലേ. എൻ്റെ സത്യസന്ധത ഞാൻ അതിലില്ല എന്നുള്ളത് പൊതുജനം അറിയണമെങ്കിൽ എനിക്ക് ദൈവമായിട്ട്, ഞാൻ ദൈവത്തിനെ മാത്രമേ പ്രാർത്ഥിച്ചുള്ളൂ. എൻ്റെ ദൈവമേ, ഈ അവസ്ഥ ഞാൻ എങ്ങനെ ആൾക്കാരെ മുമ്പ് എങ്ങനെ എൻ്റെ ഈ അവസ്ഥ എങ്ങനെ അറിയിക്കും അവരെ? അപ്പോൾ ദൈവം പോലെ ആൾ വിളിക്കുകയാണ്, 50 ലക്ഷം രൂപ ഒന്ന് ഊരിത്തരാന്ന്. അങ്ങനെ സാറ് പറഞ്ഞു നീ അത് പെട്ടുപോയെന്നുള്ള രീതിയിൽ തന്നെ അഭിനയിക്കാൻ പറഞ്ഞു. അങ്ങനെ അഭിനയിച്ച് ഞാൻ പറഞ്ഞു ശരിയാട്ടാ. അപ്പോൾ മമ്മൂക്കാടെ പടത്തിൻ്റെ ഷൂട്ടിങ് ഷാഫി സാറിൻ്റെ വെന്നീസിലെ വ്യാപാരി ഇവിടെ ആലപ്പുഴ വെച്ച് നടക്കുന്നു. അപ്പോൾ അവിടത്തേക്ക് ആൾ വരികയാണ്. ഞാൻ പറഞ്ഞു നേരിട്ട് സംസാരിക്കാമെന്ന്. നേരിട്ട് വന്ന് സംസാരിച്ചു. സുരാജ് ഇങ്ങനെയാണ് കേസൊക്കെ, പിന്നെ കുറേ പത്രക്കാർക്ക് കൊടുക്കണം, അന്ന് എഴുതിയ വാർത്ത വന്ന അവർക്ക് കൊടുക്കണം, പിന്നെ നമ്മുടെ ഈ കേസ് അന്വേഷിക്കുന്ന സാറിന് കൊടുക്കണം, പിന്നെ ആ വക്കീലിന്, പിന്നെ ആ കുട്ടിയുടെ ഫാദറിനും കുട്ടിക്കുമായിട്ട് കുറച്ച് എമൗണ്ട്, എല്ലാം കൂടെ 50. ഇത് എനിക്ക് വേണ്ടിയില്ല കേട്ടോ, സുരാജിൻ്റെ വലിയൊരു ആരാധകനാണ് ഞാൻ. എൻ്റെ മോളിപ്പോൾ 10ാം ക്ലാസ്സിലാണ്. സുരാജ് എന്ന് പറഞ്ഞാൽ ജീവന. അത് കണ്ടപ്പോൾ തന്നെ എനിക്ക് സുരാജെ ഒന്ന് രക്ഷിക്കണമെന്ന് തോന്നി. അതുകൊണ്ടാണ് അപ്പോഴും എൻ്റെ മനസ്സിൽ ഏടാ, ഞാൻ അപ്പോഴും ശരി സാർ, ശരി ഏട്ടാ. പക്ഷേ ചേട്ടൻ നിരന്തരം ഇവിടെ വരുന്നത് ആൾക്കാരറിയണമെങ്കിൽ ചേട്ടൻ പ്രോഗ്രാം ബുക്ക് ചെയ്യാമെന്നേ പറയാവൂ. അങ്ങനെ പറയാവൂ, ഒരിക്കലും വേറെ ഇത് പറയരുത് എന്ന് പറഞ്ഞിട്ട് ഞാൻ പറഞ്ഞു ഇന്ന് അങ്ങനെ 10 ലക്ഷം രൂപ ആണ്. ഞാൻ പറഞ്ഞു ഇന്ന് ഇല്ല, നാളെ വരാൻ പറഞ്ഞു. അപ്പോൾ പിറ്റേന്നായപ്പോൾ ഞാൻ നേരെ അവിടെ ചെന്ന് പറഞ്ഞു, അവിടുത്തെ ഉദ്യോഗസ്ഥന്മാർ വന്നു, ഒരു കെട്ട് നോട്ട് തന്നു. നോട്ട് എൻ്റെ കയ്യിൽ തരുന്നു, ഇതങ്ങ് കൊടുത്താൽ മതിയെന്ന് പറഞ്ഞു. പുള്ളി വരുന്നു, ഞാൻ കുറച്ചുകൂടി അതിബുദ്ധി കാണിച്ചു. ഇതിൽ വെക്കുന്ന ലേപ്പൽ എടുത്ത് വച്ചു. എന്ന് വെച്ചാൽ ഇവർ പറയുന്ന സത്യമാണോ ഇതെല്ലാം എനിക്ക് അറിയണമല്ലോ. ഞാൻ സിനിമയുടെ ലേപ്പൽ വാങ്ങി ഇതിൽ വെച്ചിട്ട് ഞാൻ പറയും റെക്കോർഡ് ചെയ്യണം. ഒരു ക്യാമറയും കൂടെ ഹൈഡ് ചെയ്ത് വെച്ചു. എന്നിട്ട് പുള്ളി കയറി വന്നു. അപ്പോൾ ഇതിപ്പോൾ ഇതിൽ 5 കൊടുക്കേണ്ടത് അന്വേഷണ ഉദ്യോഗസ്ഥന്, അദ്ദേഹമാണ് പുറത്തു വന്ന് നിൽക്കുന്നത് മഫ്തിയിൽ. പിന്നെ ഇത് പത്രക്കാർക്ക് അവർക്കും കുറച്ച് കൊടുക്കണ്ട. അതാണ് പുണ്യ സുരാജേ. അപ്പോൾ ഒന്നും പഠിക്കണം, നാളെ 25, മറ്റന്നാൾ കൊണ്ട് ഫുൾ തന്ന് തീർക്കണം. ഇത് സുരാജിന് വേണ്ടിയിട്ടാണ്, ഒരിക്കലും പുറത്തറിയുകയും ചെയ്യില്ല. ഞാൻ പറഞ്ഞു ഒരിക്കലും അറിയില്ല. അപ്പോൾ ഇത് ഞാൻ നാളെ വിളിക്കാം. ഓക്കെ. അപ്പോൾ തുറന്ന് നോക്കിയിട്ട് അതിൽ ടച്ച് ചെയ്ത ഉടനെ ഞാൻ മറക്കി. ഞാൻ പറഞ്ഞു ഇനി ആരെങ്കിലും ശ്രദ്ധിക്കും. ഓക്കെ. ഇതും പറഞ്ഞ് പുള്ളി മമ്മൂക്കാക്ക് ടാറ്റയും കാണിച്ചു കൊണ്ടുപോകണം. വിഷുവിലൊക്കെ അന്ന് വന്നു. ചെന്നിറങ്ങുന്നതും നേരെ ലോക്ക് ചെയ്യുന്നു. പിന്നെ അവിടെ തൊട്ട് നോക്കിയപ്പോൾ കാണാൻ ഒരു 4-5 പേര് ഇതിൻ്റെ പിന്നിലാണ്, എന്നെ ട്രാപ്പിലാക്കാൻ വേണ്ടിയിട്ട്. അവരെ പിടിക്കുന്നു. അന്ന് വാർത്തയിൽ ഒരു 8-9 മണി വരെയുള്ള എല്ലാ പത്രങ്ങളിലും വാർത്തകളിലും എല്ലാം വന്നു. പിറ്റെന്നും അതിനുശേഷമാണ് ശരിക്കും ഒരു മുക്തിയായത്. എന്നാൽ മുക്തി ആയോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇല്ലേ താനും. കാരണം ഈ അടുത്ത സമയത്ത് ഞാൻ അമേരിക്കയിൽ ചെന്നപ്പോൾ അവിടെ എൻ്റെ ഒരു സുഹൃത്ത് കഴിക്കും, അന്ന് ഇത്തിരി പൈസ കൊടുത്തല്ലേ, അത് ഒതുങ്ങില്ലേ, 1 കോടി കൊടുത്ത് ഒതുക്കിയല്ലേ. ഇപ്പോഴും വിചാരിക്കണം ഞാനതിലുണ്ട് എന്ന്. കാരണം എന്താ വെച്ചാൽ ഈ മുഴുവൻ വാർത്തയും വിവരവും എല്ലാവരും കേൾക്കുന്നില്ലല്ലോ. എല്ലാവരും കേട്ടു തുമ്പാണ്. അതെ. അപ്പം ചില തുമ്പിൽ സുരാജ് ഇപ്പോഴും പ്രതിയാണ്, ചില തുമ്പ് വെച്ച് നോക്കുകയാണെങ്കിൽ സുരാജ് പൈസ കൊടുത്തു, പിടിച്ച കാര്യം കിട്ടിയിട്ടില്ല. ഇങ്ങനെ പല രീതിയിലും ഇങ്ങനെ കളിക്കും. ഒരുപക്ഷെ സുരാജിൻ്റെ ജീവിതത്തിൽ ഏറ്റവും വലിയ അഗ്നിപരീക്ഷയായിരുന്നത്. അത് പറഞ്ഞറിയിക്കാൻ പറ്റില്ല സാറേ.
അനുഭവിച്ച ആളിന് മാത്രമേ, എന്നെപ്പോലെ പല ഇതുപോലെ നമ്മൾ തെറ്റ് ചെയ്യാതെ ഒരാൾ തെറ്റുകാരെന്ന് ഒരു സമൂഹം മൊത്തം പറയുമ്പോൾ ആ വ്യക്തിക്കുണ്ടാവുന്ന മാനസികാവസ്ഥ മരിച്ചാൽ മതിയെന്ന് എനിക്ക് തോന്നിപ്പോയി. അരെ എന്തിന് ഞാൻ എൻ്റെ പ്രേക്ഷകരുടെ അടുത്ത് ഞാൻ എന്ത് സമാധാനം പറയാം, അവരെല്ലാം എന്നെ അവിശ്വസിക്കില്ലേ. ശേഷം എവിടെ ചെന്നാലും കൊച്ചുകുട്ടികളെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ എടുത്തു വെച്ച് താലോലിക്കും. അങ്ങനെ താലോലിച്ചത് കണ്ടിട്ട് വരെ എനിക്ക് പിന്നീട് അത് ഭയങ്കര വേദനാജനകമാക്കി കളഞ്ഞു. അതും ഈ ബേസിൽ ഒരു 1-2 പേര് പറഞ്ഞു, സുരാജിന് ഈ കൊച്ചുകുട്ടികളെ എടുത്ത് ഇങ്ങനെ താലോലിക്കുന്ന എൻ്റെ ഹസ്ബൻഡ് പറഞ്ഞു, ഇന്ന ലൊക്കേഷനിൽ വെച്ച് എല്ലാവരും സംസാരിച്ചു. ശരിക്കും മരിച്ചാൽ മതി എന്നൊരു തോന്നലായിരുന്നു എനിക്ക്. കൊച്ചു പെൺകുട്ടികളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കെന്തോ ഭയങ്കര ഇഷ്ടമാണ്. അത് പെൺകുട്ടിയായാലും ആൺകുട്ടിയായാലും. ഇതാ ഹായ്, ഇതാ ഞങ്ങളുടെ മോള് ഹൃദ്യ. കല്യാണം കഴിഞ്ഞ സമയത്ത് പ്രഗ്നൻ്റ് ആണെന്ന് അറിഞ്ഞപ്പോൾ ആദ്യം പറഞ്ഞു ഒരു ആൺകുഞ്ഞായിരിക്കും എന്ന് ഉറപ്പിച്ച് പറഞ്ഞു. ആദ്യം തന്നെ ആൺകുഞ്ഞാണെന്ന് പറഞ്ഞ് മോനുള്ള പേരും കണ്ടുവച്ചു, കാശിനാഥനുള്ള പേരും കണ്ടുവച്ചു. അപ്പോൾ അത് കഴിഞ്ഞ് മോൻ ജനിച്ചു കഴിഞ്ഞപ്പോൾ ഒരു പെൺകുഞ്ഞ് വേണമെന്നുള്ള ഭയങ്കര ഒരു ആഗ്രഹമായിരുന്നു. പെൺകുഞ്ഞുങ്ങളോട് ഭയങ്കര ഇഷ്ടമായിരുന്നു, കൊച്ചുകുട്ടികളെ കണ്ടു കഴിഞ്ഞാൽ ഭയങ്കര ഇഷ്ടമായിരുന്നു. അപ്പോൾ രണ്ടാമത്തേത് ആൺകുട്ടിയാണ് വസുദേവ്. അത് കഴിഞ്ഞ് മൂന്നാമത് ഞങ്ങൾക്കൊരു പെൺകുഞ്ഞുണ്ടാകണം എന്നുള്ള പ്രാർത്ഥനയോടുകൂടി ആയപ്പോൾ ഒരു പെൺകുഞ്ഞിനെ തന്നെ കിട്ടി, ഹൃദ്യ സുരാജ്. മോളുടെ പേരതാണ്. അപ്പോൾ ശരിക്കും പെൺകുഞ്ഞുങ്ങളോട് ഇത്രയും ഇഷ്ടം തോന്നാൻ എന്താണ് കാരണം? ഒരു പെൺകുട്ടി വേണമെന്ന് ഇത്ര അതിയായ ആഗ്രഹം ഉണ്ടാവാൻ എന്തെങ്കിലും പ്രത്യേക കാരണമുണ്ടോ എന്നുകൂടി എന്നറിയാനൊരു ആഗ്രഹം. അച്ഛന്മാരോട് സ്നേഹം പെൺപിള്ളേർക്കാണ്. പിന്നെ എൻ്റെ വീട്ടിലായാലും അച്ഛനോട് ഭയങ്കര ഇഷ്ടമാണ്. അച്ഛനും ചേച്ചിയായിട്ട് നല്ല കെമിസ്ട്രിയാണ്. എന്തുണ്ടെങ്കിലും അച്ഛൻ ആദ്യം ചേച്ചിയെ വിളിക്കുന്നു. പിന്നെ എനിക്കൊരു അനുജത്തിയില്ല. അപ്പോൾ കാര്യം ചേച്ചിയേ ഉള്ളൂ. അനുജത്തി എന്ന് പറഞ്ഞാൽ എനിക്ക് കുഞ്ഞമ്മമാർക്കും എല്ലാം, പിന്നെ കൊച്ചു ചിറ്റപ്പന്മാർക്ക് അവരെല്ലാം അനിയത്തിമാരുണ്ട്. എങ്കിലും എനിക്കായിട്ടില്ലല്ലോ. കാര്യം എൻ്റെ ചേട്ടൻ എൻ്റെ ചേച്ചിയെ തല്ലുന്നതും ഇല്ലെങ്കിൽ പിന്നെ അവർ കുസൃതി കാണിക്കുമ്പോഴും. അപ്പോൾ എനിക്ക് എടി പൊടി എന്ന് വിളിക്കാൻ ഒരാളുണ്ടായിരുന്നു. അത് ചെറുതിലേ ഉള്ളൊരാഗ്രഹം. പിന്നെ ഒരച്ഛനായപ്പോൾ എനിക്കും ഏറ്റവും കൂടുതൽ ഒരു ഇഷ്ടം തോന്നിയത് ആ മക്കളെ എനിക്ക് ജീവനാണ്. പക്ഷെ ഒരു പെണ്ണ് വേണമെന്ന് ഭയങ്കര ഇത്രയും വളരെ സന്തോഷകരമായൊരു കുടുംബത്തിൽ നേരത്തെ നമ്മൾ പരാമർശിച്ച ആ വിവാദം ഒരുപക്ഷെ വലിയൊരു സ്ഫോടനാത്മക സൃഷ്ടിക്കേണ്ടതാണ്. തീർച്ചയായിട്ടും. ഭാര്യ ഉറങ്ങിയിട്ടുണ്ടാവില്ല. അന്നൊന്നും എനിക്ക് ഉറക്കമില്ല സാർ. ഭാര്യ മാത്രമല്ല, എൻ്റെ അപ്പോഴത്തെ അവസ്ഥയെന്ന് പറഞ്ഞാൽ ഞാൻ ഷൂട്ടിങ്ങിന് പോയി. ഷൂട്ടിങ്ങിനൊക്കെ ചെല്ലുമ്പോഴും പല ആൾക്കാരും അത് അഭിനയിക്കുന്നവർ തന്നെ എന്നോട് മിണ്ടാതെയൊക്കെ ആയിട്ടുണ്ട്. അത്രയും കൈയടി കിട്ടുന്ന സ്ഥലത്തുനിന്ന് ഒരു അവഗണന പോലെ എനിക്ക് ഫീൽ ചെയ്തു. അത് അനുഭവിച്ചിട്ടുള്ളവർക്ക് മാത്രമേ അറിയാം. എനിക്കിവിടെ വന്നാലും ചിന്ത, ഇത് ഞാൻ എന്ത് ചെയ്യും? വീട്ടിൽ വന്നാൽ ഉറക്കമില്ല. ഭാര്യ കരഞ്ഞ ഒരുപാട്. തീർച്ചയായിട്ടും വൈഫൊക്കെ അതിന് വേണ്ടിയിട്ട് അങ്ങ് അറ്റം സപ്പോർട്ട് ചെയ്തു. ഏട്ടാ കുഴപ്പമില്ല, ഏട്ടാ കുഴപ്പമില്ല, ഏട്ടാ. ഒരു പക്ഷേ ഞാൻ ഭ്രാന്തനായിട്ട് പോകേണ്ട ഒരവസ്ഥയായിരുന്നു അത്. കാര്യം നമ്മൾ ചിന്തിച്ച് എന്ത് ചെയ്യാൻ ഈശ്വരനെ മാത്രം വിളിക്കും. പിന്നെ എല്ലാ കാര്യങ്ങളും വളരെ വ്യക്തമായിട്ട് എൻ്റെ വൈഫിനറിയാം. ഇതൊക്കെ ഒരു സ്ലൈറ്റ് മാച്ചുകളെന്ന പോലെ സുരാജെ മാച്ചുകളാണ്. കംപ്ലീറ്റ് ഞാൻ മാച്ച് കളഞ്ഞു. എനിക്ക് സാർ ഓർമ്മിപ്പിച്ചപ്പോൾ അത് പറഞ്ഞെന്ന് മാത്രം. കാരണം ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ പേടിയാവും സാർ ഓർക്കാൻ. അതിന് വേണ്ടിയിട്ടുള്ള ടൈം കളയാനും ശരിക്കും പറഞ്ഞാൽ എനിക്ക് താല്പര്യമില്ല. സ്നേഹിക്കുന്നൊരു ഭാര്യ, 3 മക്കൾ, അതും സുരാജിൻ്റെ വഴിത്താരയിലൂടെ വരാൻ ആഗ്രഹിക്കുന്ന കുട്ടികൾ. ഹായ് അച്ഛാ. അച്ഛാ, എനിക്കൊരു ചോദ്യം ചോദിക്കേണ്ടത്. അച്ഛാ, അച്ഛൻ ഇങ്ങനെ എന്നെ അമേരിക്കയിൽ കൊണ്ടുപോകാൻ പറഞ്ഞ് ഒരുപാട് നാളെ ഇങ്ങനെ പറ്റിക്കുന്നു. എന്താ അച്ഛൻ എന്നെ കൊണ്ടുപോകാതെ? എനിക്ക് തോന്നുന്നു മലേഷ്യ എയർപോർട്ടിൽ വെച്ച് എന്നെ മിസ്സായതുകൊണ്ടാണോ, അതോ ഞാൻ ഉഗാണ്ടയിൽ ചെന്നപ്പോൾ സ്വിമ്മിംഗ് പൂളിൽ ചാടിയതുകൊണ്ടാണോ? ആ ടെൻഷനിലാണോ അച്ഛൻ എന്നെ കൊണ്ടുപോകാത്തത്? നമ്മളെയൊക്കെ കാലത്ത് അച്ഛ ഒന്ന് സൂവിൽ കൊണ്ടുപോകുമോ, ഇല്ലെങ്കിൽ കടലൊന്ന് കാണിക്കാൻ കൊണ്ടുപോകുമോ, ഇങ്ങനെയൊക്കെയാണ് ആഗ്രഹം. ഒരു ഗോതമ്പ് പുട്ടും പഴവും കൂടെ ഞവടി കഴിക്കാൻ ആഗ്രഹമുണ്ട്. ഇപ്പോഴത്തെ എൻ്റെ മക്കളൊക്കെ ആഗ്രഹം എന്ന് പറഞ്ഞാൽ അമേരിക്കയിൽ. ശരിക്കും ഒരുപാട് സന്തോഷമുള്ളൊരു കാര്യമാണ് എൻ്റെ മോൻ പറഞ്ഞത്. ഞാൻ ഷൂട്ടിങ്ങിന് പോയപ്പോൾ എൻ്റെ ഫാമിലി ആയിട്ടാണ് ഞാൻ പോയത് മലേഷ്യയിൽ. അപ്പോൾ ആദ്യം പോകുന്ന ഉഗാണ്ടയിലാണ്. ഉഗാണ്ടയിൽ ഫാമിലിയായിട്ട് പോയി. ഇവൻ ഇപ്പോൾ പറഞ്ഞില്ലേ സ്വിമ്മിംഗ് പൂള് പ്രശ്നമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ചെന്നിട്ട് വലിയ സ്വിമ്മിംഗ് പൂളാണ്. അപ്പോൾ ഞാൻ ഉച്ചയ്ക്ക് കുളിക്കാനായിട്ട് പോയപ്പോൾ ഞാൻ പറഞ്ഞു, മോനെ പൂളിൽ വരണം. അവന് ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെ ഇവനെ ചെറിയ പൂളിൽ വെച്ചിട്ട് കുളിപ്പിച്ച്
ഞാൻ പറഞ്ഞു വലുതിലിറങ്ങുന്ന ഇല്ല ഇല്ല എനിക്ക് പേടിയാണ്. അപ്പോൾ ഇവിടെ ഇരുത്തിയിട്ട് ഞാൻ വലുതിൽ ചാടി. വലിയ നീന്തലുകാരനൊന്നും അല്ല ഞാനും ഡയറക്ടർ ദീപു കരുണാകരനും ഉണ്ട്. നമ്മൾ രണ്ടും ചാടി നീന്തി അപ്പുറം എത്തിയിട്ട് ഞാൻ തിരിഞ്ഞു നോക്കുന്നു, ചെറിയ പൂളിൽ അവനെ കാണാനില്ല. വലുതിനകത്ത് കിടന്ന് വെള്ളം കുടിക്കുക. ഉച്ചയായതുകൊണ്ട് കറക്റ്റ് അകം കാണാൻ പറ്റും. ഞാൻ അന്നത്തെ ആ നീന്തൽ വെച്ച് ഞാൻ ഒന്ന് പ്രാക്ടീസ് ചെയ്തിരുന്നെങ്കിൽ എനിക്കിന്ന് ഏഷ്യാഡിൽ ഒളിമ്പിക്സിൽ പങ്കെടുത്ത് 1ാം സ്ഥാനം കിട്ടിയേനെ. ഒരു നല്ല നീളമുള്ള പൂള്. എങ്ങനെ നീന്തി വന്നെന്ന് വെച്ചാൽ എനിക്ക് അങ്ങനെ ഇതുവരെ നീന്താനും അറിയില്ല. അവിടുന്ന് കുമ്പള ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുക. ഞാൻ വന്ന് എൻ്റെ മോനെ പിടിച്ച് പൊക്കി കരയിലിട്ട് വയറ്റിലെ വെള്ളമെല്ലാം കളഞ്ഞു. ഞാൻ എങ്ങനെ എൻ്റെ വൈഫിനെ എങ്ങനെ ഹാൻഡിൽ ചെയ്യും, ഇതെല്ലാം തന്നെ എൻ്റെ ചിന്ത. ഇവന് ബോധം വരണേ കറക്റ്റ് തന്നെ ഒരു അരമണിക്കൂർ കൊണ്ട് കാര്യങ്ങളെല്ലാം ശരിയായി. പിന്നെ അതുപോലെ തന്നെ മലേഷ്യൻ എയർപോർട്ട് വിദ്വാനല്ലേ? ഇവൻ തന്നെ. ഇവനുണ്ടാക്കിയ പ്രശ്നങ്ങൾ. ഇവനാണ് അണ്ണൻ തമ്പിയിൽ മമ്മൂക്കയുടെ മോനായിട്ട്. ഇത് 1 വയസ്സായ എന്ന സമയത്താണ്. സിനിമാക്കാരനാക്കണോ? അതൊന്നും നമ്മുടെ കയ്യിലല്ലല്ലോ. അതെല്ലാം ആഗ്രഹമുണ്ട്. വന്ന് തീർച്ചയായിട്ടും കലാപ്രവർത്തനം എന്ന് പറയുന്നത് വലിയൊരു അനുഗ്രഹം തന്നെയാണ്. വീട്ടിൽ മക്കളൊക്കെ വന്ന് പറയുമോ അച്ഛൻ ചെല്ലുമ്പോൾ, അച്ഛൻ ഒരു നമ്പർ കാണിക്കച്ചാ? ഇല്ല, ടി വിയിലെ എല്ലാ പരിപാടിയും എൻ്റെ മോൻ കാണും. പ്രത്യേകിച്ച് കോമഡി പരിപാടി ഭയങ്കര ഇഷ്ടമാണ്. അതിൽ അവന് ഇഷ്ടപ്പെട്ട നമ്പറുകൾ എന്നോടൊന്ന് പറഞ്ഞ് കേൾപ്പിക്കാറുണ്ട്. പിന്നെ സുഹൃത്തുക്കളുടെ കാര്യങ്ങൾ, എല്ലാ കാര്യങ്ങളും നമ്മൾ ചർച്ച ചെയ്യും. ഞാൻ അവനോട് പറഞ്ഞിട്ടുണ്ട്, എന്ത് കാര്യവും അച്ഛൻ നല്ലൊരു ഫ്രണ്ട് കൂടിയാണ്. എല്ലാ കാര്യങ്ങളും അവൻ എന്നോട് സംസാരിക്കാറുണ്ട്. ഞാൻ പോകുന്ന സ്ഥലത്തൊക്കെ അവനെയും കൊണ്ട് പോകാറുണ്ട്. കാര്യം ഇപ്പോൾ വീട്ടിലായാലും ഇപ്പോൾ എൻ്റെ മകൻ എന്നോട് പറഞ്ഞതെന്ന് പറഞ്ഞാൽ, അച്ഛാ എനിക്കിത് മണ്ണിലൊക്കെ ഓടി കളിക്കണമെന്ന് വെച്ചാൽ ഈ ഫ്ലാറ്റ് വേണ്ട അച്ഛാ, എനിക്കൊരു വീട് മതി അച്ഛാ. കാര്യം ഫ്രീ ആവുന്ന ടൈമെല്ലാം ഞാൻ വെഞ്ഞാറമൂട്ടിലും എൻ്റെ ബന്ധുക്കളെ അവിടെയൊക്കെ കൊണ്ടുപോകും. ബന്ധങ്ങൾക്ക് പഠിക്കുന്നതിനും എൻ്റെ ബന്ധുക്കളുടെ ആരുടെ പേര് ചോദിച്ചാലും അവൻ കറക്റ്റ് പറയും. ശരി. ഇപ്പോൾ തൊട്ടടുത്തുള്ള അവൻ്റെ ഫ്രണ്ടിൻ്റെ അടുത്ത് ചോദിച്ചു കഴിഞ്ഞാൽ ഏത് അങ്ങനെ ആരോ എന്തോ കസിൻ ഇങ്ങനെയൊക്കെ പറയുള്ളൂ. പക്ഷേ ഇവന് കറക്റ്റ് ബന്ധങ്ങൾ പഠിപ്പിക്കാനും അതിന് ഫ്രീ ടൈമിനെല്ലാം ഞാൻ അവനെ കൊണ്ടുപോകാം. അല്ലാതെ ആ സമയത്തും കൂടെ ഇരുത്തി പഠിപ്പിച്ച് ഭയങ്കര ഇതാക്കണം അങ്ങനെയൊന്നും എനിക്ക് അനുഭവിച്ച പീഡനങ്ങളൊക്കെ നമ്മൾ മനസ്സിൽ സൂക്ഷിച്ചു വെച്ചിരിക്കുകയാണ്. അല്ല, മണ്ണിലൊക്കെ കിടന്ന് കളിക്കുന്നത്. ഇപ്പോഴും മഴ വന്നു കഴിഞ്ഞാൽ ഞാനും എൻ്റെ മോനും 2ാമത്തെ മോനും മഴ വന്നു കഴിഞ്ഞാൽ നമ്മൾ ഫ്ലാറ്റിൻ്റെ വെളിയിലായിരിക്കും. കാര്യം മഴ നനയുന്നു. ഇതുവരെക്ക് മഴ നനഞ്ഞിട്ട് കാശിക്ക് ഇല്ലെങ്കിൽ വസുവിനൊരു അസുഖം വന്നെന്ന് ഇതുവരെ വന്നിട്ടില്ല. എല്ലാ മഴയും നനയിപ്പിക്കും. ഞാൻ പറയും, നീക്ക് മഴ നനയനോടാ, കാര്യം ഇവിടെയാണ് നീ ജീവിക്കുന്നത്. സിനിമ അഭിനയത്തിൻ്റെ പുറത്തേക്ക് സുരാജിന് പോകണമെന്നില്ലേ? ഒരുപക്ഷെ ഒന്ന് നോക്കിയോളൂ. ഇതെന്താണ് സുരാജ്? ഇത് നമ്മുടെ നീലക്കടമ്പ് എന്ന് പറയുന്നൊരു ഡ്രാമയാണത്. മെഗാ വിഷ്വൽ ഡ്രാമ. ഇത് എൻ്റെ ചേട്ടനാണ് ഇപ്പോൾ നോക്കുന്നത്. ചേട്ടനും സിതാര, ദിലീപ് സിതാരയും കൂടെയാണ്. നമ്മളെ വെഞ്ഞാറമൂട്ടിൽ ഒരുപാട് ഇപ്പോൾ ഈ ബാലെ എന്ന് പറയുന്ന കലാരൂപം അന്യം നിന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ പണ്ട് ഡ്രാമയിലും ബാലയിലൊക്കെ ഇപ്പോൾ ഡ്രാമയും ഇപ്പോൾ സ്റ്റേജുകൾ എണ്ണം കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഒരുപാട് കലാകാരന്മാരുണ്ട്, കലയെ ഒരുപാട് ഇഷ്ടപ്പെടുന്ന ആൾക്കാരുണ്ട്. അവരെ എല്ലാവരും കൂടെ വച്ചിട്ട് ഞാൻ പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ എൻ്റെയും കൂടെ ഒരു പിന്തുണ വെച്ച് നമുക്കൊരു സമിതി ഉണ്ടാക്കാം. അതിനാണ് തിരുവനന്തപുരം വൈശാഖ് വിഷൻ സുരാജൊക്കെ രംഗത്തിറങ്ങിയ ഒരുപക്ഷെ ആ കലാരൂപം തിരിച്ചു വരാൻ സാധ്യത. തീർച്ചയായിട്ടും ഞാൻ ഇതിലുണ്ട്. ഞാൻ വിഷ്വൽ വീഡിയോയിൽ വരുന്നുണ്ട്. സുരാജിൻ്റെ സ്വന്തം നാട്ടുകാരൻ ശശി ഇങ്ങനെ എന്തോ ചോദിക്കാൻ വേണ്ടി വെമ്പൽ കൊണ്ടിരിക്കുകയാണ്. സുരാജ് ഇനി ചെയ്യാൻ പോകുന്ന വേഷങ്ങളിൽ സുരാജ് ഇതുവരെ വന്ന ആ ആക്ടിങ് ഫേസിൽ നിൽക്കുന്ന ക്യാരക്ടറുകളാണോ സുരാജിന് ചെയ്യാൻ താല്പര്യം? അതെ, ഇനി പുതിയതായിട്ട് ഇപ്പോൾ സുരാജിൽ നിന്ന് ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ സുരാജിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന മാറ്റങ്ങൾ, ഒരു ട്രാൻസിഷൻ, ഒരു ആക്ടറുടെ മാറ്റങ്ങൾക്കനുസരിച്ച് പുതിയ പുതിയ ക്യാരക്ടറിലൂടെ പോകാനാണോ സുരാജിന് ആഗ്രഹം? അദ്ദേഹം പറഞ്ഞ പോലെ 2 ഘട്ടമായിട്ട് തിരിച്ചു കഴിഞ്ഞാൽ, ഇതുവരെയുള്ള എൻ്റെ ആക്ടിംഗ് എന്ന് പറഞ്ഞാൽ ശരിക്കും കോമഡി വേഷങ്ങളാണ് എനിക്ക് കിട്ടിക്കൊണ്ടിരുന്നത്. പിന്നെ ഒരുപാട് അനുഭവങ്ങൾ, ഇതാണ് എൻ്റെ ഊർജ്ജം. ഇപ്പോൾ സ്റ്റേജ് പ്രോഗ്രാം ചെയ്യുമ്പോൾ ആൾക്കാർ കൈയടിക്കുന്നതും അതുപോലെ തന്നെ എൻ്റെ കോമഡി കണ്ടിട്ട് ആൾക്കാർ കൈയടിക്കുന്നത്, അതാണ് എൻ്റെ ഊർജ്ജം, അതാണ് എൻ്റെ ഗ്രൗണ്ട് എന്ന് പറയുന്നത്. അപ്പോൾ ഞാനിപ്പോൾ ഗ്രൗണ്ടിൽ തന്നെ നിൽക്കുകയാണ്. ഈ ഗ്രൗണ്ടിൽ നിന്ന് ടേക്ക് ഓഫ് ചെയ്യാൻ ഞാൻ റെഡിയാണ്.
ഇതിപ്പോൾ പിന്നെ ന്യൂ ജനറേഷൻ എന്നോ ഓൾഡ് ജനറേഷൻ എന്നോ അങ്ങനെ എനിക്ക് വേർതിരിവില്ല. അഭിനയത്തെ ഏത് വേഷം കിട്ടിയാലും മനോഹരമായിട്ട് ചെയ്യാൻ സാധിക്കും എന്നുള്ളൊരു വിശ്വാസം എനിക്കുണ്ട്. ഇപ്പോൾ മഹാനായ ചാർലി ചാപ്ലിൻ തന്നെ പറഞ്ഞിട്ടുണ്ട്, ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ട് എന്ന് പറയുന്നത് റിയലിസ്റ്റിക് ആയിട്ടുള്ള ആക്ടിംഗ് ആണ്. അപ്പോൾ അതിലേക്ക് ഞാൻ വന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ നമ്മുടെ പുള്ളിപ്പുലികളും ആട്ടിൻകുട്ടിയും സിനിമ കണ്ടിട്ട് ഒരുപാട് പേര് എന്നോട് വിളിച്ച് പറഞ്ഞത് സുരാജിന് അതിൽ കാണാനേ കഴിയില്ല. അത് ശരിക്കും റിയലിസ്റ്റിക്കിൻ്റെ സ്റ്റാർട്ടിങ്ങിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. എനിക്ക് ഏത് വേഷം കിട്ടിയാലും അത് നന്നായിട്ട് ചെയ്യാൻ സാധിക്കും എന്നെനിക്കൊരു വിശ്വാസമുണ്ട്. ഞാൻ അഭിനയത്തിൽ ശരിക്കും ഇങ്ങനെ ഒരു പഠനം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. എനിക്ക് ഒരുപാട് പഠിച്ച് ഒരുപാട് വേഷങ്ങൾ, നല്ല നല്ല വെറൈറ്റി വേഷങ്ങൾ ചെയ്യണമെന്ന് ഒരുപാട് ആഗ്രഹമുണ്ട്. തീർച്ചയായിട്ടും നമ്മുടെ മോൾഡ് ചെയ്തെടുക്കേണ്ടത് അത് തിരക്കഥാകൃത്തും സ്പെഷ്യലി ഡയറക്ടർ തന്നെയാണ്. തീർച്ചയായിട്ടും നല്ല വേഷങ്ങൾ കിട്ടും എന്നുള്ളൊരു പ്രതീക്ഷയുണ്ട്. അത് മാക്സിമം നന്നാക്കാനായിട്ട് ഒരു ആക്ടർ എന്ന രീതിയിൽ ഞാൻ ശ്രമിക്കും. അതിനുള്ള ഒരു ആത്മവിശ്വാസം എനിക്കുണ്ട്. ലഭിക്കുന്ന പൈസയുടെ ഒരു വീതം ചാരിറ്റിക്ക് കൊടുക്കുന്നുണ്ടോ? തീർച്ചയായിട്ടും നിശ്ചയമാണ്. അത് കിട്ടുന്നതിൽ ഒരു വീതം അവർക്ക് കൊടുക്കാൻ എനിക്ക് വളരെ സന്തോഷകരമായിട്ട് ഇപ്പോഴും ചെയ്യുന്നുണ്ട്. അതിന് പിന്നെ എങ്ങനെ വീട്ടിൽ വരുന്നവർക്ക് ഇല്ലെങ്കിൽ ഇതറിഞ്ഞ് അവരുടെ ഇത് ബോധ്യമായി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഞാൻ സഹായിക്കാറുണ്ട്. സുരാജ്, നമുക്ക് അവസാനിപ്പിക്കേണ്ട സമയമായിരിക്കും. സുരാജിൻ്റെ തിരക്ക് പിടിച്ച ഈ നിമിഷങ്ങൾ ഇനിയും കൂടുതൽ അപഹരിക്കുന്നത് ശരിയല്ല. പ്രേക്ഷകർക്കായിട്ട് ഒരു നമ്പറും കൂടി കാണിച്ച് നമുക്കങ്ങോട്ട് കൊട്ടിക്കലാശം നടത്താം. ഏത് നമ്പറാണ് വേണ്ട? ഏത് നമ്പറും സ്വീകരിക്കപ്പെടും. എനിക്ക് ഇതുവരെ എത്താൻ സഹായിച്ച ഒരുപാട് തിരക്കഥാകൃത്തുക്കൾ, പേരെടുത്ത് പറയുന്നില്ല, എല്ലാവരും, റാഫി മക്കാട്ടൻ, ഷാഫി, ബെന്നി പി നായരമ്പലം തുടങ്ങി ഒരുപാട് ഡയറക്ടേഴ്സും തിരക്കഥാകൃത്തുമുണ്ട്. അവർക്കെല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ നന്ദി ഞാൻ അറിയിക്കുകയാണ്. എനിക്ക് ഇനിയും നല്ല നല്ല സ്റ്റൈലിഷായിട്ടുള്ള ക്യാരക്ടറുകൾ ചെയ്യണം എന്ന് ഒരുപാട് ആഗ്രഹമുണ്ട്. എന്തായാലും കിട്ടും എന്ന പ്രതീക്ഷയോടുകൂടി പ്രേക്ഷകർക്കായിട്ട് ഞാൻ ഒരു ഏത് ശബ്ദം വേണ്ടേ? സുരാജിന് ഇഷ്ടമുള്ളത് അതല്ല, നമ്മുടെ ആരാധ്യനായ മുഖ്യമന്ത്രിയുടെ ശബ്ദം ഇമിറ്റേറ്റ് ചെയ്യാം. അപ്പോൾ ഞാൻ കണ്ടെത്തിയത് അദ്ദേഹത്തിൻ്റെ ശബ്ദം ആടിൻ്റെ ശബ്ദവുമായിട്ട് വളരെ രൂപസാദൃശ്യം ഉണ്ട് എന്ന് ഞാൻ കണ്ടെത്തിയതാണ്. തെറ്റുണ്ടെങ്കിൽ ക്ഷമിക്കുക. ആടെന്ന് പറയുമ്പോൾ മേ, ഇത് പെണ്ണാട്. മുട്ടനാടിൻ്റെ വോയിസ് വേറെയാണ്. മുട്ടനാട് ഇങ്ങനെ ഇരിക്കുമ്പോൾ പെണ്ണാട് അടുത്തുകൂടെ പോയി കഴിഞ്ഞാൽ മുട്ടനാടിൻ്റെ ശബ്ദം വീണ്ടും മാറും. അതിൽ പിടിച്ചാൽ കറക്റ്റ് മുഖ്യമന്ത്രിയുടെ ശബ്ദം വളരെ സിമിലാരിറ്റി ഉണ്ട് എന്ന് ഞാൻ കണ്ടെത്തിയതാണ്. ഇതാണ്. ഇതല്ലേ? കറക്റ്റാണല്ലോ. ഓക്കെ. ഈ അടുത്ത സമയത്ത് പത്രപ്രവർത്തകർ ചോദിച്ചു, എന്തുകൊണ്ടാണ് വടക്കൻ കേരളത്തിൽ പ്രത്യേകിച്ച് മലപ്പുറം ഭാഗങ്ങളിൽ അങ്ങ് കൂടുതൽ പ്രാതിനിധ്യം കൊടുക്കുന്നു എന്ന് ചോദിച്ചപ്പോൾ സിനിമയിലെ 2 ഡയലോഗിലൂടെ അദ്ദേഹം മറുപടി പറഞ്ഞു. അത് ഇപ്രകാരമാണ്. അതും ഞാൻ ഉണ്ടാക്കിയതാട്ടോ. ശരിക്കും പറഞ്ഞാൽ വടക്കൻ കേരളത്തിൽ പ്രത്യേകിച്ച് മലപ്പുറം ഭാഗങ്ങളിൽ നിന്നും ഒഴുകി വരുന്ന ഒരുതരം പാതിര കാറ്റുണ്ട്. അതിങ്ങനെ കുഞ്ചാലിക്കുട്ടിയുടെയും കുറച്ച് ലീഗ് മന്ത്രിമാരുടെയും തട്ടത്തിൽ തട്ടി മുടി ഇഴകളിലൂടെ ഇങ്ങനെ ഒഴുകി വരുന്നത് കാണുമ്പോൾ എൻ്റെ പൊന്നു സാറേ പിന്നെ വേറെ ഒന്നും കാണാനേ പറ്റില്ല. സുരാജ്, ഇത്രയും സമയം ഞങ്ങളുമായിട്ട് പങ്കുവച്ചതിന്, സുരാജ് എന്നുള്ള കലാകാരനെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ, ആലോചിക്കുമ്പോൾ ഞങ്ങൾക്ക് വലിയ അഭിമാനമുണ്ട്. സുരാജ് ഇനിയും വൈവിധ്യമാർന്ന വേഷങ്ങൾ, ആ വേഷങ്ങൾക്കെല്ലാം രൂപം നൽകിക്കൊണ്ട് ഒരുപക്ഷെ സിനിമയുടെ ഉന്നത പീഠം കൈക്കലാക്കാൻ വേണ്ടി സുരാജിന് കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു. നന്ദി, നമസ്കാരം. താങ്ക് യു സാർ.